وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ ഒരിക്കലൂടെ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വസന്തം, അവിടുത്തെ ജനനം ലോകത്തിന് വസന്തമായിരുന്നു, ഉമ്മത്തിന് വസന്തമാണ്. അല്ലാഹുവിന്റെ മലക്കൂത്തിലും ഉൽവിയായ ലോകത്തുമുള്ള മലക്കുകൾക്കടക്കം അത് വസന്തമാണ്. കുൻതു നബിയ്യൻ വആദമ ബൈനൽ മാഇ വത്തീൻ എന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മണ്ണും കളിമണ്ണും വെള്ളവുമായിരിക്കെ ഞാൻ അന്ന് നബിയായിരുന്നു, റസൂലായിരുന്നു എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹു വലിയൊരു സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുകയാണ്. ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ, നിങ്ങൾക്കിടയിൽ ജീവിച്ച് പരിചയമുള്ള ഒരു റസൂൽ, നിങ്ങളുടെ കൂടെ ജനിച്ച ഒരു റസൂൽ, നിങ്ങളുടെ നാട്ടിൽ ബാല്യവും യൗവനവും കൗമാരവും കഴിച്ചുകൂട്ടിയ ഒരു മഹാപ്രതിഭ, ആ മഹാനായ മനുഷ്യൻ നിങ്ങളിലേക്ക് നബിയായി വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസം വരുന്നത് ഹബീബായ നബി തങ്ങൾക്ക് വളരെയേറെ പ്രയാസമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ വളരെ ഭീതിതമായ ഒരു സാഹചര്യത്തിലും ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ എന്ന് വിളിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നന്മ വരണമെന്ന് നിങ്ങളെക്കാളേറെ ആഗ്രഹമുള്ളവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട്, വിശ്വാസിനികളോട് കരുണയും ദയാവായ്പുമുള്ള ഒരു പ്രവാചകർ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സന്തോഷം പറയുന്ന ശുദ്ധ ഖുർആൻ. ഹബീബിന്റെ വരവാണിത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജനനം നടന്ന മാസം റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-ന് ആമുൽ ഫീലിൽ ആനക്കലഹ വർഷം സയ്യിദുൽ ഖൽഖ് ഖാതമുൻ നബിയ്യീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. മുത്തുനബി തങ്ങളുടെ ഈ ജനനം ഏറ്റവും ഉദാത്തമായ ഒരു തറവാട്ടിലാണ്. ഇന്നല്ലാഹ ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു മിൻ വൽദി ഇബ്രാഹീമ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ ഇസ്ഹാഖ് നബിയുണ്ട്, ഇസ്മാഈൽ നബിയുണ്ട്. ഈ രണ്ട് പ്രവാചകന്മാരിൽ നിന്നും ഇസ്മാഈൽ നബിയെ അല്ലാഹു തെരഞ്ഞെടുത്തു. ومن ولد إسماعيل اصطفى من ولد إسماعيل بني كنانة,
ഇസ്മാഈൽ നബിയുടെ വംശപരമ്പരയിൽ നിന്ന് ബനൂ കിനാനയെ അല്ലാഹു തിരഞ്ഞെടുത്തു. വമിൻ ബനീ കിനാനത ഖുറൈശൻ, ബനൂ കിനാനയിൽ നിന്ന് ഖുറൈശികളെ അല്ലാഹു തിരഞ്ഞെടുത്തു. വമിൻ ഖുറൈശിൻ ബനീ ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ഹാഷിം കുടുംബത്തെ. വസ്തഫാനി മിൻ ബനീ ഹാഷിം, ഹാഷിം കുടുംബത്തിൽ നിന്ന് അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ശുദ്ധമായൊരു തറവാട് എന്നത് മാത്രമല്ല, ശുദ്ധമായൊരു ബന്ധം. അന്ന് നിക്കാഹുകൾ നടക്കാതെ വിവാഹങ്ങൾ അന്നത്തെ നിയമപ്രകാരം പോലും നടത്താതെ വ്യഭിചാരത്തിലൂടെ കുടുംബങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലം. ഖറജ്തു മിൻ നിക്കാഹിൻ, അല്ലാഹു എന്നെ ലോകത്തേക്ക് കൊണ്ടുവന്നത് സത്യസന്ധമായ ഒരു നിക്കാഹിലൂടെയാണ്. വലം ഉഖ്റജ് മിൻ സിഫാഹിൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബീ വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ജന്മത്തിന് കാരണക്കാരാകുന്നത് വരെ എൻ്റെ വംശപരമ്പരയിൽ കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും വിവാഹിതരായിരുന്നു, നിയമപ്രകാരം വിവാഹിതരായവരാണ്. വലം യുസ്ബിനി മിൻ സിഫാഹിൽ ജാഹിലിയ്യത്തി ഷൈ, ജാഹിലിയത്തിൻ്റെ സിഫാഹിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ നിന്ന് ഒന്നുമേ എനിക്ക് ഏശിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ഖർനൻ ഖർനാ, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനാ. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മുതൽ തലമുറകളായി കഴിഞ്ഞു വന്നപ്പോൾ ഏറ്റവും നല്ല തലമുറയിൽ നിന്നാണ്, ഏറ്റവും നല്ല തറവാട്ടിൽ നിന്നാണ്, ഏറ്റവും നല്ലൊരു സമൂഹത്തിലൂടെയാണ് അല്ലാഹു എന്നെ കൊണ്ടുവന്നത്. ഹത്താ കുൻതു മിനൽ ഖർനില്ലദീ കുൻതു ഫീ. ആ റസൂലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജനനത്തിന് പ്രാധാന്യമുണ്ടെന്ന് അഹ്ലുസുന്ന പറയുമ്പോൾ അതിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ, ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്, അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ, വസുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ, നബിയെ എന്തിനാണ് തിങ്കളാഴ്ച പ്രത്യേകം ഒരു നോമ്പ്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ദാക യൗമുൻ വലിത്തു ഫീഹി, അത് ഞാൻ ജനിച്ച ദിവസമാണ്, അത് ഞാൻ ജനിച്ച ദിവസമാണ്. വയൗമ ബുഇസ്തു, എനിക്ക് അല്ലാഹു നബുവത്ത് നൽകിയ ദിവസമാണ് തിങ്കളാഴ്ച. ഔ ഉൻസില അലയ്യ ഫീ, വിശുദ്ധ ഖുർആൻ എനിക്ക് അവതരിച്ചത്, നബിതങ്ങൾക്ക് നബുവത്ത് ലഭിച്ചത് ഈ അർത്ഥത്തിൽ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു നബുവത്ത് നൽകുകയോ ഖുർആൻ അവതരിപ്പിക്കുകയോ ചെയ്ത ദിവസം തിങ്കളാഴ്ചയാണ്. പുറമെ ദാക യൗമുൻ വലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ് അതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ജന്മം നടക്കുമ്പോൾ നമ്മളൊക്കെ ഓതുന്ന മൗലിദ് കിതാബിലുള്ള ഹദീസ്, ആ ഹദീസ് മുസ്തദ്റക്കിൽ മഹാനായ ഹാക്കിം എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറഞ്ഞിരുന്നു, അന ദഅവതു അബീ ഇബ്രാഹീം, എൻ്റെ ഉപ്പയായ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്, അല്ലാഹുവേ നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകനെ മക്കക്കാർക്ക് വേണ്ടിയല്ല ലോകർക്ക് വേണ്ടി അല്ലാഹുവേ നീ നിയോഗിച്ചു കൊടുക്കണമേ എന്ന് കഅബാലയത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ ഉടനെ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ മക്കക്കാർക്ക് ഗുണം നൽകണേ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ വബഅത് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ മക്കയിൽ നിന്ന് അവർക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ നീ അവർക്ക് കൊടുക്കണമേ. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഞാൻ. അന ദഅവതു അബി ഇബ്രാഹിം വബിശാറതു ഈസാ ഖൗമ, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കൾക്ക് സാരോപദേശം കൊടുത്ത കൂട്ടത്തിൽ, സന്തോഷ വാർത്ത നൽകിയ കൂട്ടത്തിൽ ഹബീബായ നബിയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മർയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാഹ് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം
ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ മഹാനവറുകളെ കുരിശിൽ തറക്കാൻ വേണ്ടി അന്നത്തെ ശത്രുക്കൾ ഓടിക്കിതച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികളോട് പറഞ്ഞു, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കട്ടെ. അവർ പറഞ്ഞു, അങ്ങയോ ഗുരു, അങ്ങ് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണെങ്കിൽ അങ്ങയുടെ കാലശേഷം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനും കൈക്കൊള്ളാനും പിടിച്ചു നിൽക്കാനും കഴിയുന്ന ഒരു സാരോപദേശം നൽകിയിട്ട് പോകണേ. ആ സാരോപദേശമാണ് ഖുർആൻ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, പുണ്യ നബിയേ ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ സമയം അങ്ങൊന്ന് ഓർത്തു നോക്കുക. ബത്ലഹേമിലെ ജബൽ സൈത്തൂനിൽ, സൈത്തൂൻ മലയിൽ, ഒലീവ് മലക്ക് മുകളിൽ, ഇന്നും ഫലസ്തീനിൽ ജെറൂസലേമിലുള്ള ഒരു പ്രദേശമാണത് ജബൽ സൈത്തൂൻ, മൗണ്ട് ഒലീവ്. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ അനുയായികൾക്ക് അവസാനത്തെ ഒരു പ്രഭാഷണം, അവസാനത്തെ ഒരു സാരോപദേശം കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അതാണ് ഉദ്ധരിക്കുന്നത്. യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. യാക്കൂബ് നബിയുടെ മക്കളെ, ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ അള്ളാഹുവിൻ്റെ തിരുദൂതരാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞാൻ. ഈസാ നബി അലൈഹിസ്സലാം പറയാം, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാഹ്. എൻ്റെ തൊട്ട് മുമ്പ് വന്ന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും 1300 വർഷങ്ങൾക്ക് മുമ്പ് വന്ന നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ കൊണ്ടുവന്നത് സത്യമാണ് എന്ന്, തൗറാത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വന്ന, തൗറാത്തിനെ ശരിവെക്കാൻ വന്ന പ്രവാചകനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരാൻ പോകുന്നൊരു പ്രവാചകനുണ്ട്, ഇസ്മുഹു അഹ്മദ്. ആ പ്രവാചകൻ അറിയപ്പെടുന്നത് അഹ്മദ് എന്നാണ്, മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, വസുമ്മീതു അഹ്മദാ, അള്ളാഹു എനിക്ക് അഹ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ട്. അഹ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളാൽ, മലക്കുകളാൽ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവർ. രണ്ടും ഹബീബിൻ്റെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പേര് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ അഹ്മദുണ്ട്, മുഹമ്മദുണ്ട്, മാഹി ഉണ്ട്. ഇതൊക്കെ ഹബീബിൻ്റെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലീ ഖംസതു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദു, ഞാൻ മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീ ഖംസതു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദു, ഞാൻ മുഹമ്മദാണ്, ചൊല്ലണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ അഹ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ അനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, ഞാൻ മാഹിയാണ്, മായിച്ചു കളയുന്നവരാണ്, എന്നെ കൊണ്ട് അല്ലാഹു കുഫറിനെ നീക്കിക്കളയും. വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്, അല്ലദീ യുഹ്ശറുന്നാസു അലാ ഖദമി, അള്ളാഹു ജനങ്ങളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ കാലിന് കീഴെയാണ്. വ അനൽ ആഖിബ്, അമ്പിയാക്കന്മാർക്ക് അവസാനം വന്നവരാണ് ഞാൻ, ആഖിബാണ്. ഇത് 5ഉം എൻ്റെ പേരാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മുഹമ്മദു വ അഹ്മദു വ അനൽ മാഹി വ അനൽ ഹാഷിറു വ അനൽ ആഖിബ്. ഹാഷിർ തങ്ങളുടെ പേരാണ്, ആഖിബ് തങ്ങളുടെ പേരാണ്, മാഹി തങ്ങളുടെ പേരാണ്. അഹ്മദു വ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, അന ദഅവതു അബീ ഇബ്രാഹീം, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു പോന്ന ഇബ്രാഹീം നബിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ് ഞാൻ. വ ബിശാറത്തു ഈസാ ഖൗമ, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികൾക്ക് നൽകിയ സന്തോഷ വാർത്തയാണ് ഞാൻ. കഴിഞ്ഞില്ല. വറുയാ ഉമ്മീ, എൻ്റെ ഉമ്മയുടെ സ്വപ്നമാണ് ഞാൻ, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ. അല്ലതീ റഅത്, എൻ്റെ ഉമ്മ കണ്ടു. അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളഅതു ലഹു ഖുസൂറുശ് ശാം,
ഇമാം ഹക്കിം എന്നവർ മുസ്തദറക്കിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഞാൻ എൻ്റെ ഉമ്മയുടെ സ്വപ്നമാണ്, എൻ്റെ ഉമ്മ കണ്ടു, ഉമ്മയുടെ വയറിൽ നിന്ന് ഒരു പ്രകാശം സ്ഫുരിച്ചു. നൂറുൻ അളഅത് ലഹു ഖുസൂറു ശാം, ഷാമിൽ കിടക്കുന്ന തുർക്കി, അതിൻ്റെ പരിസരങ്ങളെയാണ്, തുർക്കിയോടടുത്ത സ്ഥലം, തുർക്കി എന്ന റോമാണ്. ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയയും ലബനോനും ജോർഡാനും ഫലസ്തീനും അടങ്ങുന്ന പ്രദേശം. ആ പ്രദേശങ്ങൾ റോമക്കാരാണ് ഭരിച്ചിരുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ കോട്ടകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു എൻ്റെ ഉമ്മാക്ക്. ഉമ്മയുടെ വയറ്റത്ത് നിന്ന് പ്രകാശം സ്ഫുരിച്ചപ്പോൾ, അവിടുത്തെ പ്രസവത്തിന് മുമ്പ് ആമിന ബീവി റളിയല്ലാഹു അൻഹാ നൂറുൻ അളഅത് ലഹു ഖുസൂറു ശാം, ഹബീബായ നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ട ഈ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ അവിടെ ഓതാറുണ്ട്, വായിക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് റഹ്മത്തായി അവതരിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വയസ്സോ 8 വയസ്സോ ഉള്ള സമയം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർക്ക് 7 8 വയസ്സുള്ള പ്രായം. അഖലു കുല്ലമാ സമിഅത്, കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാലം എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ പറയുന്നു. ഇത് സമിഅതു യഹൂദിയൻ യസ്റുഹു ബിഅലാ സൗതി, ഒരു ജൂതൻ യസ്രിബിന്റെ മലമുകളിൽ കയറിയിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, യാ മഅശറ യഹൂദ്, ജൂതന്മാരെ, യാ മഅശറ യഹൂദ് എന്ന് ഒരു ജൂതൻ വിളിച്ചു പറയുന്നു. എല്ലാവരും ഓടിക്കൂടി. അന്ന് മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്. അവർ ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നത് അന്ത്യപ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. അന്ത്യപ്രവാചകർ വരുന്ന സ്ഥലം നഖ്ലുൻ ബൈന ഹർറതൈൻ, വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്ന് ചിതറിക്കിടക്കുന്ന കല്ലുകൾ നിറഞ്ഞ 2 മരുഭൂമികൾക്കിടയിൽ ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് അന്ത്യപ്രവാചകരുടെ ബിഅ്സത്തുണ്ടാവുക എന്ന് ജൂതന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഷാമിൽ നിന്ന് ജൂതന്മാരും അന്നത്തെ നസ്വാറകളും മദീനയിൽ വന്ന് താമസമാക്കുന്നത്. മദീനയിൽ മതവിശ്വാസികൾ, സെമിറ്റിക് മതവിശ്വാസികൾ വരുന്നത് അന്ത്യപ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ജൂതന്മാരെ യാ മഅ്ശറ യഹൂദ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാ ജൂതന്മാരും മദീനക്കാരായവർ ഒരുമിച്ചുകൂടി. അവർ ചോദിച്ചു, വൈലക് മാലക്, എന്തിനാണ് ഞങ്ങൾ വിളിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? എത്രയോ നാളുകളായി അഹ്മദ് എന്ന നക്ഷത്രം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ നക്ഷത്രം ഇന്ന് ചക്രവാളത്തിൽ കാണുവാനിടയായി. ചക്രവാളത്തിൽ അഹ്മദ് എന്ന പേരുള്ള ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഉദയം നടന്നത് മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ കഴിഞ്ഞ് വരുന്നതിൻ്റെയും 53 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഹബീബ് ജനിച്ച നേരം മദീനക്കാരായ ജൂതന്മാർ ആകാശത്ത് കണ്ട ഒരു പ്രത്യേകമായ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ കഥയാണ് ജൂതപണ്ഡിതൻ അവരോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുമായിരുന്നു, നബിയേ അഖ്ബിർനാ അൻ നഫ്സിക്, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ നബിയേ. നഅം അന ദഅവതു അബി ഇബ്രാഹിം വബുശ്റാ ഈസ വറഅത് ഉമ്മി ഹീന ഹമലത് ബി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅ ലഹാ ഖുസൂറു ശാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഞാൻ, ഈസ നബിയുടെ സന്തോഷ വാർത്തയാണ് ഞാൻ, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നത്തിലെ പ്രകാശമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് വസ്തർലഅതു ഫീ ബനി സഅദ് ബിൻ ബക്രിൻ. പിന്നെ നബി തങ്ങൾ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ മക്കയുടെ പ്രാന്തപ്രദേശത്ത് കൊച്ചുനാളിൽ കഴിച്ചുകൂട്ടിയ കഥയാണ് പറയുന്നത്. എന്നെ കൊച്ചുപ്രായത്തിൽ പഠിപ്പിക്കാനും എന്നെ വളർത്താനും വേണ്ടി ഹലീമ ബീവിയെ എൻ്റെ ഉമ്മ ആക്കി കൊടുത്തൊരു നേരം ഞാൻ ഹലീമ ബീവിയുടെ മകനുമൊത്ത് ഫബൈന അന മഅ ഖില്ലി ഖൽഫ ബുയൂതിനാ നർആ ബുഹ്മൻ ലനാ
ഞങ്ങളുടെ ആടുകളെ മേച്ചു നടക്കുമ്പോൾ ഇത് അച്ചാനി റജുലാൻ, രണ്ടാളുകൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നു. അലൈഹിമാ സിയാബുൻ ബീദുൻ, വെളുത്ത വസ്ത്രം ധരിച്ച രണ്ടാളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബിത്വസ്തിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു തളികയുമായി. മംലൂഇൻ സൽജൻ, ഐസുണ്ട് ആ പാത്രത്തിൽ. സുമ്മ ഖദാനി, അവർ രണ്ടുപേരും എന്നെ പിടിച്ച് കടത്തുകയും ഫശഖാ ബത്നി, എൻ്റെ മേൽഭാഗം പിളർക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവത്തെ ഹബീബായ നബി തങ്ങൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഞാനും ഹലീമ ബീവിയുടെ മോനും കൂടെ ആടുകളെ മേച്ചു നടക്കുമ്പോൾ ആ സമയത്ത് ഫഅഖ്ബല ത്വയ്റാനി അബിയളാൻ, രണ്ട് വെളുത്ത പക്ഷികളാണ് വന്നത് എന്നും റിവായത്തുണ്ട്. കഅന്നഹുമാ നസ്റാൻ, പരുന്തുകളെ പോലെ തോന്നിപ്പിക്കുന്ന രണ്ട് പക്ഷികളാണ് വന്നത്. അതിലൊരാൾ മറ്റൊന്നിനോട് ചോദിക്കുന്നുണ്ട്, അഹുവ ഹുവ, ഇവര് തന്നെയാണോ അത്, ഈ കുട്ടി തന്നെയാണോ അത്? ഖാല നഅം, അതെ എന്ന് പറയുകയും എന്നെ അവിടെ കിടത്തുകയും ചെയ്തു. എൻ്റെ ഹൃദയം അവർ പിളർത്തതെനിക്ക് ഓർമ്മയുണ്ട്. രക്തമോ വേദനയോ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു കത്തി കൊണ്ടുവരാൻ പറയുന്നു, വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു കറുത്തത് പുറത്തെടുത്ത് കളയുകയും ഈമാനും ഹിക്മത്തും നിറച്ചുകൊണ്ട് എൻ്റെ ഹൃദയം തൽസ്ഥാനത്ത് തന്നെ വെക്കുകയും ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فأخرجا منه علقتين سوداوين, കറുപ്പ് നിറമുള്ള രണ്ട് കഷ്ണങ്ങൾ എൻ്റെ കൽബിൽ നിന്ന് അവർ എടുത്തു മാറ്റുകയുണ്ടായി. ഫഅഖദാനി ഫബതഹാനി ഇലൽ ഖഫാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കിടത്തിയതും ഹബീബിനെ ഓപ്പറേഷൻ ചെയ്തതും പുണ്യനബി തങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ലേസർ ഓപ്പറേഷനുകൾ ഇന്ന് സാധ്യമായ കാലം അള്ളാഹുവിൻ്റെ മലക്കുകൾ, പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകൾ ഹബീബിനെ ഒരു അടയാളമോ വേദനയോ ഇല്ലാതെ സർജറി ചെയ്തു എന്ന് പറയുന്നതിൽ മുഅ്മിനീങ്ങൾക്ക് വിശ്വസിക്കാൻ എന്ത് പ്രയാസമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിനി ബിമാഇ സൽജിൻ ഫഗസലാ ബിഹി ജൗഫി, തണുത്ത മനോഹരമായ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ഉള്ളകം കഴുകി ശുദ്ധിയാക്കി. എന്നിട്ട് ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി ഹിസ്ഹു ഫഹാസഹു, എൻ്റെ ഹൃദയം ചേർത്ത് വെക്കുകയും അവിടെ നുബുവത്തിൻ്റെ അന്ത്യമാണ്, ഖാത്തമുൻ നബിയീനാണ്, പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഖാത്തം എൻ്റെ ദേഹത്ത് അടിക്കാൻ പറയുകയും ഹബീബായ നബി തങ്ങളുടെ തോളിൽ ഖാത്തമുൻ നുബുവത്ത് കുത്തുകയും ചെയ്ത നേരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഖാത്തമിൻ്റെ അടയാളമുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഹൃദയം പിളർന്ന സമയവും ഖാത്തം ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. ഇജ്അൽഹു ഫീ കിഫ്ഫ വജ്അൽ അൽഫം മിൻ ഉമ്മതിഹി ഫീ കിഫ്ഫ. എന്നിട്ട് മലക്ക് പറഞ്ഞു, ഈ പ്രവാചകരെ ഒരു തുലാസ് കൊണ്ടുവന്ന്, മലക്കുകൾ കൊണ്ടുവന്ന തുലാസ്, ആ തുലാസിൻ്റെ ഒരു തട്ടിൽ ഈ പ്രവാചകരെ നിർത്തുക. ആ പ്രവാചകരുടെ ഉമ്മത്തികളിൽ 1000 പേരെ മറുഭാഗത്തും നിർത്തുക. വരാൻ പോകുന്ന ഉമ്മത്തികളെ, മിഅ്റാജുൽ ഹബീബിന് വരാൻ പോകുന്നവയെ അള്ളാഹു കാണിച്ചു കൊടുത്ത പോലെ ഹബീബിൻ്റെ ഉമ്മത്തികളാകാൻ പോകുന്നവരെ പുണ്യനബി ഞങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. 1000 പേർ. പുണ്യനബി ഞങ്ങൾ പറയുന്നു, ഫഇദാ അന അൻദുറു ഇലൽ അൽഫി ഫൗഖി ഉഷ്ഫിഖു അൻ യഖിറ അലയ്യ ബഅദുഹും, 1000 ആളുകൾ എൻ്റെ തലക്കുമീതെ നിൽക്കുന്നതായി ഞാൻ കാണുന്നു. എന്നെ അവർ തൂക്കുകയായിരുന്നു. മലക്കുകൾ കൊണ്ടുവന്ന പ്രത്യേകമായൊരു തുലാസിൽ. ആ തൂക്കം ലൗ അന്ന ഉമ്മതഹു വസിനത് ബിഹി ലമാല ബിഹിം, പുണ്യനബിയേക്കാൾ ഭാരമാവാൻ 1000 പേർക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, വേണ്ട വേണ്ട, ഹബീബിൻ്റെ ഉമ്മച്ചികളെ മുഴുവൻ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ ഹബീബിനോളം അവർക്ക് ഭാരമുണ്ടാവില്ല എന്ന് അവർ പറയുന്നതും ഞാൻ കേട്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിച്ചരണ്ട് ഹലീമ ബീവിയുടെ അരികത്തേക്ക് ഓടിപ്പോകുന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉമ്മാ ഉമ്മാ എന്ന് വിളിച്ച് ഹലീമ ബീവിയോട് കഥ പറഞ്ഞു. ആ 2 ആളുകൾ വന്നതും ഹൃദയം പിളർന്നതും പറഞ്ഞു കൊടുത്തപ്പോ ആ ഉമ്മ വല്ലാതെ പേടിച്ചിട്ട് പറഞ്ഞു, ഉഈദുക ബില്ലാഹ്, അല്ലാഹു മോനെ കാക്കട്ടെ, മോന് വിപത്തുകൾ വരാതിരിക്കട്ടെ എന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ട് നേരെ പോയത് ഒരൊട്ടകം കൊണ്ടുവരാൻ. ഫജഅലത്നി അലർ റഹ്ലി, ഒട്ടകക്കട്ടിലിൽ പുണ്യനബി തങ്ങളെ ഇരുത്തുകയും ചെയ്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നേരെ പോകുന്നു.
ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക്, ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടേക്ക് ഉമ്മയുടെ അരികത്തേക്ക് ഹബീബിനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദൈതു അമാനതി വദിമ്മതി. ഹബീബായ നബി തങ്ങളെ പോറ്റി വളർത്തിയ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, ഇത്രയും നാൾ ഞാൻ എൻ്റെ കൂടെ നിർത്തി വളർത്തിയത്, എൻ്റെ അമാനത്ത്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനിതാ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയുകയും മോന് മലക്കുകളാലുണ്ടായ അനുഭവം, ഹൃദയം പിളർന്നതും അത് കഴുകി ശുദ്ധിയാക്കി വെച്ചതും, ആ അനുഭവം ഹലീമ ബീവി ഉമ്മയോട്, ആമിന ബീവിയോട് കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഫലം യറുഹാ ദാലിക്, ആമിന ബീവിക്ക് അത് കേട്ടിട്ടൊരു പേടിയും വന്നില്ല. ഫഖാലത്, അന്നേരം ആമിന ബീവി പറഞ്ഞു, ഇന്നി റഅയ്തു ഖറജ മിന്നി നൂറുൻ അല്ലാഅതു ലഹു ഖുസൂറുശ് ശാം. ഞാൻ ഈ പുണ്യമോനെ ഗർഭം ചുമന്ന് നടന്ന നേരത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പരന്നത് ഞാൻ ഓർക്കുകയാണ്. അല്ലാഅതു മിൻഹു ഖുസൂറുശ് ശാം. മക്ക മാത്രമല്ല, മദീന മാത്രമല്ല, ഷാമിലെ കോട്ടകളും കൊട്ടാരങ്ങളും മുഴുവനും എനിക്ക് കാണാൻ കഴിയുന്ന വിധം ഒരു പ്രകാശം എൻ്റെ വയറ്റിൽ നിന്ന് പുറപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു അത്ഭുതം കാണിക്കുന്ന മോനാണ്, ഇത് സാധാരണ മോനല്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ പോറ്റുമ്മയായ ഹലീമ ബീവിയോട് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട് എന്ന് സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചതാണ്. കൈഫ കാന അവ്വലു ശഅനിക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കുട്ടിക്കാലം എങ്ങനെയുണ്ടായിരുന്നു, അങ്ങയുടെ കൊച്ചുനാളിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ പുണ്യനബി തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ കഴിഞ്ഞ ആ കാലഘട്ടത്തെ ചരിത്രം സ്വഹാബത്തിൻ്റെ കൂടെ അയവിറക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ ഹൃദയം അല്ലാഹു കഴുകിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കഴുകൽ നടന്നത് ഇസ്രാ മിഅ്റാജ് നടക്കുമ്പോഴാണ്. അല്ലാഹുവിൻ്റെ അരികത്തേക്ക്, അല്ലാഹുവിൻ്റെ സന്നിധാനത്തേക്ക് ഹബീബിനെ കൊണ്ടുപോകുമ്പോൾ ആ പരിശുദ്ധമായ ഹൃദയം വീണ്ടും കഴുകിയിട്ടുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ ജലാലത്തിൻ്റെ നൂറ് കാണാനാണ് പോകുന്നത്. അല്ലാഹുവിൻ്റെ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ അല്ലാഹുവിൻ്റെ ഹബീബിന് ഒരിക്കലൂടെ ഹൃദയം പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നിലേറെ തവണ, 2, 3, 4 തവണകൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായി എന്നാണ് ചരിത്രം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിലേക്ക് പോകുന്ന ചരിത്രം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബിന്റെ കൂടെ സിറിയയിലേക്ക് പോകുന്നു. 12 വയസ്സാണ് പ്രായം. ഫീ അശ്യാഹിം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ പ്രമാണിമാരായ മഹാന്മാരായ ഖുറൈശികളിലെ ഒരുപാട് മഹത്തുക്കളുണ്ടവിടെ. അവരുടെ കൂടെയാണ് യാത്ര. ആ യാത്ര സിറിയയിലെത്തുന്നു. ഡമസ്കസിന്റെ പരിസരത്ത് ബുസ്റ എന്നൊരു നാടുണ്ട്. ബുസ്റയുടെ അരികത്തേക്ക് എത്തിയപ്പോൾ ഹബതൂ, അവർ മുഴുവനും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ദീർഘമായ യാത്ര, 40 ദിവസമെടുക്കുന്ന ഫലസ്തീനിലേക്കുള്ള യാത്രയിലാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഒട്ടകങ്ങളെല്ലാം, ഒട്ടകക്കട്ടിലുകളെല്ലാം താഴെ വെച്ചു. ഒട്ടകങ്ങൾ മുട്ടുമടക്കിയിരുന്നു. ആ ബുസ്റയിൽ ഒരു മഹാത്ഭുതമുണ്ട്. അവിടെ കാണുന്ന കുന്നിൻ്റെ മുകളിൽ ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. ആ പുരോഹിതന്റെ പേരാണ് ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ. ബഹീറ ആ വഴിക്ക് യാത്രാ സംഘങ്ങൾ പോകുമ്പോൾ ആരെയും നോക്കാറ് പോലുമില്ല. അദ്ദേഹം ആരാധനയിൽ മുഴുകുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. ആരെയും ശ്രദ്ധിക്കാറില്ല, ആരോടും വന്ന് പരിചയപ്പെടാറില്ല. ബഹീറയെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ബഹീറ ഓടി വരികയാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന ആ ഒട്ടക സംഘത്തെ സ്വീകരിക്കാൻ അദ്ദേഹം ഇറങ്ങി വന്നു. ഫഅഖദ ബിയദി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾ എന്ന പ്രവാചകരല്ല, 12 വയസ്സ് മാത്രമുള്ള സുമുഖനായ അതിസുന്ദരനായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കരം പിടിച്ചു ബഹീറ. ബഹീറക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. വേദഗ്രന്ഥം പഠിച്ച ആളാണ്. അന്ത്യപ്രവാചകന്റെ ലക്ഷണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിച്ചത് ബഹീറക്കറിയാം. പുണ്യനബി തങ്ങളുടെ അരികത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ബഹീറ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. സുനന് തുർമുദിയിൽ അത് നമുക്കിപ്പോൾ വായിക്കാൻ കഴിയും. ഹാദാ സയ്യിദുൽ ആലമീൻ,
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ലോകങ്ങളുടെ നേതാവാണ്. അതാ റസൂലു റബ്ബിൽ ആലമീൻ, ഇത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ്, ജനങ്ങളിലേക്ക് സത്യം പറയാൻ വന്ന അന്ത്യപ്രവാചകരാണ്. യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി അല്ലാഹു നിയോഗിക്കാൻ പോകുന്ന അന്ത്യപ്രവാചകരാണ് ഈ കുട്ടിയെന്ന് ബഹീറ പുരോഹിതൻ പുണ്യ നബിയുടെ കൈപിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബീബിന്റെ ജീവിതം ഒരു അത്ഭുത ജീവിതമാണ്, ഹബീബിന്റെ ജന്മം അത്ഭുത ജന്മമാണ്, ഹബീബിന്റെ പരമ്പര അത്ഭുതമാണ്, പരിശുദ്ധമാണ്, അവിടുത്തെ ജീവിതം പരിശുദ്ധമാണ്. കാരണം ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ അല്ലാഹുവിന്റെ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരായവർ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായവർ, മലായിക്കത്തുകളെക്കാളും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ, മിഅ്റാജിന്റെ യാത്രയിലൂടെയാണ് മലക്കുകളുടെ ലോകത്ത് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത് ഹബീബായ നബി തങ്ങൾക്ക് സാധ്യമായിരുന്നുവെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തത്. ആ റസൂലാണിത്. 12 വയസ്സുള്ളപ്പോൾ പ്രവാചകത്വം കിട്ടുന്നതോ 40-ാമത്തെ വയസ്സിൽ, പ്രവാചകത്വം കിട്ടുന്ന 40-ൽ. പുണ്യനബി തങ്ങൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഫലസ്തീനിലേക്ക് എത്താൻ ഇനിയും ഒരു 600-700 കിലോമീറ്ററുകൾ ബാക്കിയുണ്ടായിരിക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെന്ന 12 വയസ്സുകാരന്റെ കൈ പിടിച്ചുകൊണ്ട് പുണ്യനബി തങ്ങളുടെ ഖുർആനോ ഇസ്ലാമോ അറിഞ്ഞിട്ടില്ലാത്ത, എന്നാൽ തൗറാത്തിലൂടെ ദീനിനെ അറിഞ്ഞ ബഹീറ പുരോഹിതൻ പുണ്യനബിയുടെ കൈപിടിച്ച് പറഞ്ഞ വാക്കുകളാണ് ഹാദാ സയ്യിദുൽ ആലമീൻ, ഇത് ലോകത്തിന്റെ നേതാവാണ്. ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ റസൂലാണ്. യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി അല്ലാഹു നിയോഗിക്കുന്ന റസൂലാണിത്. ഇത് കേട്ടപ്പോൾ ഖുറൈശികളിലെ പ്രമാണിമാർ മാ ഇൽമുക ബഹീറ, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ മാത്രം എന്തറിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? ഇന്നകും ഹീന അശ്റഫ്തും മിനൽ അഖബ, നിങ്ങൾക്കറിയുമോ ഈ കുന്നിൻ ചെരുവ് നിങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോൾ ലം യബ്ഖ ശജറുൻ വലാ ഹജറുൻ ഇല്ലാ ഖറ സാജിദാ, എല്ലാ മരങ്ങളും എല്ലാ ചെടികളും കല്ലുകളടക്കം ഈ കുഞ്ഞിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ബഹീറ പുരോഹിതനാണ് പറയുന്നത്. ലം യബ്ഖ ശജറുൻ വലാ ഹജറുൻ, കല്ലോ വൃക്ഷമോ ഇല്ലാ ഖറ സാജിദൻ വലാ യസ്ജുദാനി ഇല്ലാ ലിനബിയ്യിൻ വഇന്നി അരിഫുഹു ബിഖാതമിൻ നുബുവ്വ. ഈ കുന്നിൻ ചെരുവ് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ മലമുകളിലെ ഈ ഗുഹയിലിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുമായിരുന്നു അവിടുത്തെ പാറക്കല്ലുകൾ ചെരിയുന്നത്, ആ വൃക്ഷങ്ങൾ തലകുനിക്കുന്നത്, അങ്ങനെ ഒരു സുജൂദ് ചെയ്യുന്നത് ഒരു പ്രവാചകന് വേണ്ടിയല്ലാതെ ഒരു സാധാരണ മനുഷ്യനതുണ്ടാവില്ല എന്ന് പഠിച്ച ആളാണ് ഞാൻ. ഈ കുഞ്ഞിനെ എനിക്കറിയാം. ഒരു ആപ്പിളിന്റെ നിറമുള്ള ഒരു മാംസക്കഷ്ണം ആ കുഞ്ഞിന്റെ വലതുവശത്തെ തോളിന്റെ താഴെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഹബീബാ നബി തങ്ങളുടെ കൂടെ അങ്ങനെ ഒരു മഹാത്ഭുതമുള്ളത് കൂടെ യാത്ര ചെയ്ത ആളുകൾക്കറിയില്ലായിരുന്നു. ബഹീറ പുരോഹിതൻ പറഞ്ഞപ്പോ ഹബീബാ നബി തങ്ങളുടെ തോളിലെ വസ്ത്രം നീക്കുകയും അവരത് കാണുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ബഹീറ പുരോഹിതൻ ആ കുട്ടിക്ക് വേണ്ടി പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുത്തു. അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. ഫലമ്മാ അതാഹും ബിഹി ഒട്ടകങ്ങളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരുടെ കൂടെയാണ് ഹബീബ് നടക്കുന്നത്. അങ്ങനെ ഹബീബായ നബി തങ്ങളെയും കൊണ്ടുവരാൻ പറഞ്ഞു ബഹീറ. ബഹീറ പറഞ്ഞതനുസരിച്ച് നബിയുടെ കൈപിടിച്ചുകൊണ്ട് അവർ ബഹീറ പുരോഹിതന്റെ അവരുടെ ഗുഹയിലേക്ക്, അവരുടെ താമസ സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോ ഫഅഖ്ബല വഅലൈഹി ഗമാമത്തുൻ തുദില്ലുഹു, ഹബീബായ നബി തങ്ങൾക്ക് തണൽ വിരിച്ചു കൊടുക്കാൻ ഒരു മേഘം മിഥലൽ ഗമാമതി അന്നാസാറ സായിറതൻ. ഹബീബായ നബി തങ്ങൾ എങ്ങോട്ട് നീങ്ങുമ്പോഴും ഹബീബിന്റെ കൂടെ ഒരു മേഘമുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ബുസ്വരി റഹ്മഹുല്ല പറഞ്ഞതുപോലെ
പുണ്യനബി തങ്ങളുടെ മീതെ ഒരു ഗമാമ, ഒരു മേഘമുണ്ടായിരുന്നു. തുദില്ലുഹു, ഹബീബിന് തണൽ വിരിച്ചു കൊടുക്കാൻ ഒരു മേഘമുണ്ടായിരുന്നു. അങ്ങനെ പുണ്യനബി വരുമ്പോൾ ബഹീറ പുരോഹിതൻ ഒരുക്കിയ ഭക്ഷണം വെച്ച സ്ഥലത്ത് ഒരു വൃക്ഷമാണുള്ളത്. ആ വൃക്ഷത്തിൻ്റെ തണലിൽ ഖുറൈശി പ്രമാണിമാരൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു നിഴലുള്ള സ്ഥലം ഇനി ബാക്കിയില്ല. പുണ്യനബി നടന്നു വരികയും ആ വൃക്ഷത്തിൽ തണലില്ലാത്തിടത്ത് നിബിതങ്ങൾക്ക് ഇരിക്കേണ്ടി വരികയും ചെയ്ത് പുണ്യനബി ഇരിക്കുമ്പോഴേക്കും ആ വൃക്ഷത്തിൻ്റെ തണൽ അങ്ങോട്ട് നീങ്ങുന്നു. ഫഖാല അൻദുറൂ ഇലാ ഫൈഇ അശ്ശജറ മാ ലഅലൈഹി. പുണ്യനബി തങ്ങളെ നോക്കിക്കൊണ്ട് ബഹീറ പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങൾ കാണുന്നുണ്ടോ, വെയില് മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ആ കുഞ്ഞ് ചെന്നിരുന്നപ്പോൾ ആ വൃക്ഷത്തിൻ്റെ തണൽ ആ കുഞ്ഞിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ? അള്ളാഹു ഹബീബിനെ ആദരിക്കുകയാണ്. ഹബീബിൻ്റെ സ്ഥാനം എത്രയാണെന്ന് അള്ളാഹു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബഹീറ പുരോഹിതൻ അബൂ ത്വാലിബിനെ വിളിച്ചു. ആരാണ് കുഞ്ഞിൻ്റെ പിതാവ്? അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അബൂ ത്വാലിബ് ഹബീബായ നബി തങ്ങളുടെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, നബി തങ്ങളുടെ നേരെ പിതാവല്ല. പക്ഷേ മോനെപ്പോലെയാ അബൂ ത്വാലിബ് നബി തങ്ങളെ കണ്ടത്. തങ്ങളാണെങ്കിലോ ഉപ്പയുടെ സ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനാണ് എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ മോൻ്റെ ലക്ഷണങ്ങൾ വായിച്ചുകൊണ്ട് ബഹീറ പറഞ്ഞു, അബൂ ത്വാലിബേ, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ, ഈ കുഞ്ഞിൻ്റെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ശരിയാണ്, ഇതെൻ്റെ സഹോദരൻ്റെ മോനാണ്, ഇബ്നു അഖീ. ഈ കുഞ്ഞ് ജനിക്കും മുമ്പ് ആ കുഞ്ഞിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടില്ലയോ എന്ന് ബഹീറയുടെ ചോദ്യം അവരാകെ അമ്പരന്നു പോയി. ഇത്രമേൽ അതിസൂക്ഷ്മമായ അറിവുകൾ പോലും വിജ്ഞാനങ്ങളിൽ അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ജനനം അള്ളാഹു പ്ലാൻ ചെയ്ത ഒരു ജനനമാണ്. ഹബീബിൻ്റെ ജനനം ഇങ്ങനെയാവണമെന്ന് അള്ളാഹു കാലേ കൂട്ടി അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം പടുത്തുയർത്തിയതിൽ അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിൽ ഹബീബിൻ്റെ സ്വഭാവ മഹിമ ലോകത്ത് ഒരാൾക്കുമില്ലാത്തതാണെന്നറിയാം. അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് ഉമ്മയിൽ നിന്നോ വാപ്പയിൽ നിന്നോ കണ്ടു പഠിച്ചതാവണമെന്നാണ് ജനങ്ങൾ പറയാം. എന്നാൽ അങ്ങനെ ഹബീബിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഒരു ഉമ്മയുടെയോ ഉപ്പയുടെയോ ഗുണങ്ങളിൽ നിന്ന് കിട്ടിയതല്ല. ഹബീബിൻ്റെ തർബിയത്ത് അള്ളാഹു ചെയ്തതാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിരിക്കണം പുണ്യനിബിതങ്ങൾ യതീമായി ജനിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയാം. ഹബീബായ നബി യതീമാവാൻ കാരണം ഹബീബിൻ്റെ തർബിയത്തിൻ്റെ ക്രെഡിറ്റ് ഒരു മനുഷ്യർക്കും അള്ളാഹു നൽകുന്നില്ല. കാരണം ഹബീബിൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ, ഉമ്മയും 6 വയസ്സായപ്പോഴേക്ക് വഫാത്തായില്ലയോ. ആ ഹബീബിൻ്റെ തർബിയത്ത് അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിൻ്റെ തർബിയത്തിലാണ് ഹബീബ് വളർന്നത്. ആ ഒരു ക്രെഡിറ്റ് റബ്ബിന് മാത്രമാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഹബീബിൻ്റെ ജനനത്തിൻ്റെ സമയം ഉപ്പയുടെ മരണം സംഭവിച്ചതടക്കമുള്ള ഹബീബിൻ്റെ ജീവിതത്തിലെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ അതുപോലും ഉമ്മത്തിന് നൽകുന്ന പാഠങ്ങളാണ്. അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് ബഹീറ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ, അബൂ ത്വാലിബേ, ഈ കുഞ്ഞുമായി നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകണം, ഈ കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോകണം. കാരണം നിങ്ങൾ പോകുന്ന ഫലസ്തീൻ, അന്നത്തെ ഷാം, അത് ഭരിക്കുന്നത് റോമക്കാരാണ്. റോം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളാണ്, ഇന്നത്തെ ഇസ്തംബൂൾ അടക്കമുള്ള തുർക്കിയുടെ ഭാഗമാണ്. അവിടം ഭരണം നടത്തുന്നത് യൂറോപ്യരാണ്. അവർക്ക് വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പരിചയമുണ്ട്. അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് ഈ കുട്ടിയെ അവർ മാർക്കറ്റിലോ പൊതുവഴികളിലോ കണ്ടാൽ അവരിൽ ജ്ഞാനമുള്ള ഏതെങ്കിലും വേദപണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഖം നോക്കി അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കുഞ്ഞിനെ അവരപായപ്പെടുത്തും. ആ കുഞ്ഞിൻ്റെ ആ മുഖം കണ്ടുകൊണ്ട് അവർ തിരിച്ചറിയും ഇത് അന്ത്യപ്രവാചകനാണെന്ന്. തങ്ങളുടെ മതത്തിലോ തങ്ങളുടെ കൂടെയുള്ള പ്രവാചകന്റെ ആ ഒരു പരമ്പരയിലോ അല്ലാതെ മറ്റൊരു പ്രവാചകൻ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ പുണ്യമോനെ അവർ കൊന്നുകളയും അബൂ ത്വാലിബേ. അതുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ബുസ്റയിലെത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ എന്നിവരുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ ബുസ്റയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്.
ഉൻഷിദുകുമുല്ലാഹ അയ്യുക്കും വലിയുഹു. ആരാണോ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ അബൂ ത്വാലിബ്, അത് നിങ്ങളല്ലയോ തിരിച്ചു പോകണം എന്ന് ബഹീറ പുരോഹിതനാണ് പറഞ്ഞത്. 12 വയസ്സുള്ള ഹബീബിനെ നോക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമീ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മുഴുവനും വെളിച്ചമേകാൻ വരുന്ന അന്ത്യദൂതരാണ് എന്ന് ഹബീബിന്റെ മുഖത്തെ വെളിച്ചം കണ്ട് മനസ്സിലാക്കിയ ബഹീറ പുരോഹിതൻ ഖദീജ ബിവിക്കതറിയുമായിരുന്നു. മക്കയിലെ ഹനീഫികളായ ആളുകൾക്ക് ഹബീബിനെ അറിയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരന്ത്യപ്രവാചകൻ വരുന്ന നാടാണ് ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ ഉമ്മയായ, ഗ്രാമങ്ങളുടെ മാതാവായ നാട്. പരിശുദ്ധമായ മക്കയിൽ അന്ത്യറസൂല് വരുന്നുണ്ട് എന്ന് കാലേ കൂട്ടി അള്ളാഹു അറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് പുണ്യ ഹബീബിനെ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞേക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയത്തിൻ്റെ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും അവിടെ സുലഭമായി നടന്നിരുന്ന കാലം, ബിംബാരാധന നടന്നിരുന്ന കാലം, മദ്യപാനം സുലഭമായിരുന്ന കാലം, നഗ്നത കാണിച്ച് കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്ന കാലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ടും തലകുനിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബിംബത്തിന്റെ മുമ്പിലും തലകുനിക്കാത്ത ഏതാനും ചില ആളുകളാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത്, അതിലൊന്നാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത് മുസ്ലിമായില്ല, പക്ഷേ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മുസ്ലിമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. അതിലൊന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാരും നാട്ടുകാർ മുഴുവനും ബിംബാരാധന നടത്തിയപ്പോൾ, ശില്പങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചപ്പോൾ, ഒരു കല്ലിൻ്റെ മുമ്പിലും ഒരു രൂപത്തിൻ്റെ മുമ്പിലും തലകുനിക്കാതെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരിക്കലും ഒരു കല്ലിലോ ഒരു രൂപത്തിലോ ആവിർഭാവം പൂണ്ടവനല്ല എന്ന് വിശ്വസിച്ച പ്രധാനികളിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപന്തിയിലുണ്ട്. ഇസാഫ് നായില എന്ന് പറയുന്ന 2 ബിംബങ്ങൾ സഫയുടെയും മറുവയുടെയും മുകളിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഫ മറുവ കുന്നുകൾക്ക് മുകളിൽ 2 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ ബിംബങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ പേരാണ് ഇസാഫ്, മറ്റൊന്ന് നായില. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിശുദ്ധമായ കഅബാലയത്തിൽ കയറി അതിൻ്റെ ഉള്ളിൽ വെച്ച് വ്യഭിചരിക്കണമെന്ന് നേർച്ചയാക്കുകയും കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറി ഇസാഫും നായിലയും എന്ന കാമുകന്മാർ വ്യഭിചാരം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കല്ലുകളാക്കി ശിക്ഷിച്ചു എന്നാണ് ചരിത്രം. ആ 2 കല്ലായി മാറിയ 2 മനുഷ്യരൂപങ്ങളെ ഒന്ന് സഫയുടെ മുകളിലും ഒന്ന് മറുവയുടെ മുകളിലും കൊണ്ടുപോയി അവരെ സ്ഥാപിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ബിംബാരാധനയായി പരിണമിച്ചു. മക്കക്കാർ ഇസാഫിനെയും നായിലയെയും ദേവനും ദേവിയുമായി കാണാൻ തുടങ്ങി. ആ ബിംബങ്ങൾ മുഴുവനും സഫാ മറുവ മുകളിൽ നിന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം വിശുദ്ധമായ ഉംറയുടെയും ഹജ്ജിൻ്റെയും നിയമം വന്നപ്പോൾ, സഫാ മറുവക്കിടയിൽ നിങ്ങൾ 7 തവണ നടക്കണം എന്ന നിയമം വന്നപ്പോൾ സ്വഹാബിമാരുടെ മനസ്സിലൊരു വേദനയുണ്ടായിരുന്നു. റബ്ബേ, ജാഹിലിയ കാലം, അജ്ഞാനകാലം, അറിവില്ലാത്ത കാലം, ബിംബാരാധനയ്ക്ക് വേണ്ടി ഇസാഫിനെ പൂജിക്കാനും നായിലയെ പൂജിക്കാനും വേണ്ടി ഞങ്ങൾ വന്നിരുന്ന 2 ഇടങ്ങൾ, അതിൻ്റെ മുകളിൽ സഈന്റെ ഭാഗമായി സഫയുടെ മുകളിലും മറുവയുടെ മുകളിലും കയറണമെന്ന് പറയുമ്പോൾ ആ ജാഹിലിയത്തിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വന്ന് സ്വഹാബത്തിന് വിഷമമുണ്ടായിരുന്നു. ആ വിഷമം നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല എന്ന് പറയാനാണ് പരിശുദ്ധ ഖുർആൻ സഫാ മറുവക്കിടയിൽ സഈ ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് ഫലാ ജുനാഹ അലൈഹി, അവർക്ക് വിരോധമില്ല എന്ന വാക്ക് പറയാൻ കാരണം, അവിടെ സഫാ മറുവക്കിടയിൽ നടക്കൽ നിർബന്ധമാണെങ്കിലും സഈ നിർബന്ധമാണെന്നിരിക്കെ ഫമൻ ഹജ്ജൽ ബൈത വഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ,
ആ സഫാ മർവക്കിടയിൽ നടക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന പ്രയോഗം അല്ലാഹു ഉപയോഗിച്ചത് നടക്കുന്നത് വിരോധമില്ല എന്നല്ല, നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമത്തിന് വിഷമമില്ല, അതിന് യാതൊരു ഗൗരവം കൊടുക്കേണ്ടതില്ല, സാരമില്ല. ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഅയ് ചെയ്യുമ്പോൾ സഫാ കുന്നിൻ്റെയും മർവ കുന്നിൻ്റെയും മുകളിൽ കയറി ഇറങ്ങുന്നത് വരെ ഓതൽ സുന്നത്തുള്ള ആയത്താണല്ലോ ഇത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഫമൻ ഹജ്ജൽ ബൈത വഇഅ്തമറ, പരിശുദ്ധമായ ഹജ്ജ് ഉംറയോ നിർവഹിക്കാൻ വരുന്നവർ, ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ അല്ലാഹു ഉപയോഗിച്ച വാക്ക് സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുന്നത് വിരോധമില്ല എന്നാണ്. അത് സഅയ് വിരോധമില്ല എന്നല്ല അതിനർത്ഥം. അവിടെ വരുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം അത് സാരമാക്കേണ്ടതില്ല. കാരണം നിങ്ങൾ പണ്ട് ബിംബാരാധനക്ക് പോയതായിരുന്നു എന്ന നിങ്ങളുടെ തോന്നലിന് പ്രസക്തിയില്ലാതെ കഴിഞ്ഞില്ലേ? അത് എടുത്തു മാറ്റി കളഞ്ഞില്ലയോ? അത് വൃത്തിയാക്കി കളഞ്ഞില്ലേ? ഇനി എന്തിനാണത് ഓർത്തു നിൽക്കുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു ഫലാ ജുനാഹ അലൈഹി എന്ന് പ്രയോഗിക്കാൻ കാരണം. നിങ്ങൾക്കവിടെ തവാഫ് സഅയ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും അർത്ഥത്തിൽ. അതങ്ങനെയല്ല. തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ആ തോന്നലിന് സാരമില്ല. അതാണ് ഫലാ ജുനാഹ അലൈഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ സഫാ മർവക്കിടയിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ കൂടെയുണ്ട്. ഫലമ്മാ മറർത്തു, ഹബീബായ നബി തങ്ങൾ കഅബാലയത്തിൻ്റെ അരികത്തുള്ള ഇസാഫിനായില നിൽക്കുന്ന ആ ഒരു മലയുടെ മുകളിൽ സഫയുടെയും മർവയുടെയും മുകളിലേക്ക് നടന്നു പോയപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, ഹബീബിൻ്റെ പോറ്റുപുത്രനായിരുന്നവർ. ഞങ്ങളതിനിടയിലൂടെ നടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുണ്ട്. ഞാൻ ആ ബിംബത്തെയൊന്ന് തടവി. ഇസ്ലാം നബിതങ്ങൾ നബിയാകുന്നതിൻ്റെ മുമ്പ്, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ആ ബിംബത്തെയൊന്ന് തടവി. സയ്യിദ് ഇബ്നു ഹാരിസ എന്നവർ പറയാ, ഞാനതിനെ തടവിയപ്പോൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ലാ തമസ്സഹ്, നിങ്ങൾ ആ ബിംബത്തെ തടവരുത്. കാരണം ഹബീബാ നബി തങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കാൻ പോകുന്ന റസൂലാണ്. ഒരു ബിംബാരാധനയോ ദൈവം അല്ലാഹുവേതര ദൈവങ്ങളെയോ അംഗീകരിക്കാൻ ഹബീബാ നബി തങ്ങൾക്ക് സാധ്യമല്ല. ഹബീബാ നബി തങ്ങൾ ശിർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ജാഹിലിയത്തിൽ പോലും സയ്യിദ് എന്നവരോട് തൊടല്ലേ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വീണ്ടും അതിനിടയിലൂടെ നടന്നു. ആ നടക്കുന്നതിനിടയിൽ എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ, എന്ത് സംഭവിക്കും എന്നെനിക്കൊന്നറിയണം. അങ്ങനെ ഫമസഹ്തുഹു, ഞാൻ രണ്ടാമതും തിരിച്ചു നടക്കുമ്പോൾ ഇസാഫിനെയോ നായിലയെയോ ഒന്ന് തടവി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, അവലം തുൻഹ, നിന്നോടല്ലയോ സയ്യിദേ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് എന്നവരോട് ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാൻ വന്ന നബി. നാട്ടുകാർ മുഴുവനും ബിംബാരാധന ചെയ്തപ്പോൾ കഅബാലയത്തിൻ്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ ഉണ്ടായിരുന്ന കാലം ഒരു ബിംബത്തെയും തൊഴുകയോ തലോടുകയോ ആരാധിക്കുകയോ നമിക്കുകയോ സുജൂദ് ചെയ്യുകയോ പുണ്യ റസൂൽ ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറഞ്ഞ ഹനീഫി ഹനീഫി ആശയത്തിൽ ജീവിച്ച ആള്, ഹനഫിയല്ല, അത് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബാണ്. ഹനീഫികൾ എന്ന് പറയുന്നൊരു വിഭാഗം മക്കയിലുണ്ടായിരുന്നു. ഹനീഫികൾ, അവരിൽപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയണം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹനീഫിയാണ്. ഹനീഫികൾ എന്ന് പറഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ മനസ്സിലാക്കി മക്കക്കാരുടെ മതമല്ല ശരിയായ മതം.
മക്കക്കാർ ചെയ്തു കൂട്ടുന്ന ആരാധന ശരിയായ ആരാധനയല്ല എന്നും അവർക്കറിയാം. എന്നാൽ സത്യമതം മറ്റെന്തോ ആണ്. അതേതാണ് അതറിയില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നവർ, മക്കക്കാർ ചെയ്യുന്ന പൂജയല്ല ആരാധന എന്ന് ഇവർക്കറിയാമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അവർക്കറിയില്ലായിരുന്നു. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി കഅബാലയത്തിന്റെ മുന്നിലേക്ക് മുഖം തിരിഞ്ഞ് സുജൂദ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ മണ്ണിൽ തലവെച്ച് കടന്നുകൊണ്ട് മഹാനവറുകൾ പറയുമായിരുന്നു, അല്ലാഹുവേ, നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. പക്ഷേ നീ ഒരു ബിംബത്തിൽ അടങ്ങിയവനല്ല, ഒരു ബിംബത്തിന്റെ രൂപമല്ല നിന്റെ രൂപം. നിനക്ക് രൂപങ്ങളില്ല, ഞങ്ങൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല റബ്ബേ, നീ എന്നും എനിക്കറിയാം. എന്നാൽ നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ശരിയായ വിധം എന്താണെന്ന് ഞങ്ങൾക്കറിയുകയായിരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ഞാൻ ആരാധന ചെയ്യുമായിരുന്നു റബ്ബേ. പക്ഷേ എനിക്കതറിയാൻ പറ്റുന്നില്ല എന്ന് മഹാനവറുകൾ സുജൂദിൽ കിടന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞ് കരയുന്നത് നാട്ടുകാർ കേൾക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് സയ്യിദ് ഇബ്നു അംർ എന്നവർ വഫാത്തായിട്ടുണ്ട്. ആ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരെ പുണ്യനബിക്ക് വഹി കിട്ടുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കണ്ടുമുട്ടിയ ഒരു രംഗമുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ഒരു സുപ്ര വിരിച്ചു. ആ സുപ്രയിൽ മാംസമുണ്ട്. അവിടെ വെച്ചിരുന്ന മാംസം കഴിക്കാൻ ഹബീബായ നബി സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലാ ആകുലു മിമ്മാ തദ്ബഹൂന അലാ അൻസാബിക്കും, നിങ്ങളുടെ ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറുക്കുന്ന, ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേർച്ചയാക്കുന്ന, ബിംബങ്ങൾക്ക് വേണ്ടി ബിംബങ്ങളുടെ പുണ്യം ലഭിക്കാൻ, അള്ളാഹിന്റെ പുണ്യമല്ല, ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയുടെ ഭാഗമായി നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളെ, അതിൻ്റെ മാംസം, വലാ ആകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ജപിക്കപ്പെടാത്ത ഹലാലല്ലാത്തത് ഞാൻ കഴിക്കുകയില്ല എന്ന് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരെ മറുപടി പറഞ്ഞു, മുഹമ്മദ് എന്നവരെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു ബിംബത്തിന് വേണ്ടി അറുത്തതല്ല, ഇത് നിങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യാൽ അറുത്തതാണ്. അതുകൊണ്ട് ധൈര്യമായി കഴിച്ചോളൂ എന്ന് ഹബീബായ നബി തങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് നബി തങ്ങൾ ആ ഭക്ഷണം കഴിച്ചത്. നോക്കണം, ഹലാല് കഴിക്കണമെന്നും ഹറാമ് തുടരുത് എന്നും പുണ്യനബി തങ്ങൾക്ക് ശാഠ്യമുണ്ടായിരുന്നു. ഹബീബ് അങ്ങനെയാണ് വളർന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിടയന്മാർ മലഞ്ചെരുവുകളിൽ ആടുകളെ മേച്ചു നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിടയന്മാരുടെ വിസിൽ വിളിക്കുന്ന ശബ്ദം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിൽ അങ്ങനെ അടിച്ചു വരുമ്പോൾ, ചെവിയിലേക്ക് വരുമ്പോൾ കേൾക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെവി പൊത്തി നടക്കുമായിരുന്നുവെന്ന്. അന്നൊരു കല്യാണം നടക്കുമ്പോൾ, ഒരു വിവാഹ സദ്യ നടക്കുമ്പോൾ, വിവാഹമേള നടക്കുമ്പോൾ മക്കയുടെ ദൂരെയുള്ള ഒരു മലഞ്ചെരുവിൽ ഹബീബായ നബി തങ്ങൾ ആ വിവാഹത്തിന് കാണാൻ കൗതുകത്തോടെ ഒരു കൊച്ചുകുട്ടിയായി ചെന്നപ്പോൾ അവിടെ വാദ്യമേളങ്ങളുണ്ട്, അവിടെ ചെണ്ടമുട്ടുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, വീണ വായിക്കുന്നുണ്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ വിവാഹത്തിലേക്ക് ഞാൻ നടന്നു പോയതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ സുമ്മ അനാമനില്ല, അള്ളാഹു എന്നെ കിടത്തി ഉറക്കുകയാണുണ്ടായത്. ഞാൻ പിന്നെ എണീക്കുന്നത്, കൊച്ചുകുട്ടിയായിരുന്ന കാലം ഞാൻ എണീക്കുന്നത് സൂര്യൻ്റെ പ്രകാശം കണ്ടുകൊണ്ടാണ്. സൂര്യപ്രകാശം കണ്ടപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ആ വിവാഹത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് ലക്ഷ്യമായി പോകുന്നതാണ്. എന്നാൽ അള്ളാഹു എൻ്റെ ചെവികൾക്ക് അത് കേൾക്കാൻ അവസരം നൽകിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാന്മാർ ഹബീബാ നബി തങ്ങൾ നുബുവത്തിന്റെ മുമ്പും ശേഷവും പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രവാചകത്വത്തിന്റെ മുമ്പും ശേഷവും അവർക്ക് ഇസ്മത്ത് അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു അവരെ പാപസുരക്ഷിതരാക്കിയിട്ടാണ് വളർത്തുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് എന്നവരെ. തങ്ങളെക്കാൾ ചെറിയൊരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു
കഥ പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ലമ്മാ ബുനിയത്തിൽ കഅബ, കഅബാലയം പുനരുദ്ധാരണം നടക്കുന്ന കാലം, ദഹബൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അബ്ബാസ് യൻഖുലാനി ഹിജാറ. പുണ്യനിബിതങ്ങളും അബ്ബാസ് എന്നവരും റളിയല്ലാഹു അൻഹു കല്ലുകൾ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ പടവിന് വേണ്ടി കല്ലുകൾ കൊണ്ടുവരുന്ന സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളുടെ തോളിൽ ഒരു തുണി പോലുമില്ലാതെ ഹബീബാ നിബിതങ്ങൾ കല്ല് വെച്ച് നടക്കുമ്പോൾ ആ പരിശുദ്ധമായ പുമേനിയിൽ മുറിവുണ്ടാകുമോ എന്ന് പേടിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യനബിയോട് പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ ആതിഖിക മിനൽ ഹിജാറ. കല്ല് വെക്കുന്നതിനിടയിൽ കല്ലിൻ്റെ താഴെ വരത്തക്ക വിധം നിങ്ങളുടെ അരമുണ്ട് ഒന്ന് പൊക്കിപ്പിടിച്ച് നിങ്ങളൊന്ന് തോളിൽ വെച്ച് അതിൻ്റെ മീതെ കല്ല് വെച്ചോളൂ. മുഹമ്മദ് നബിയെ, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബി അല്ലല്ലോ, അന്ന് നബിതങ്ങൾ ചെറിയ പ്രായമാണ്. പുണ്യ നബിയോട് അബ്ബാസ് എന്നവർ പറഞ്ഞു, അങ്ങയുടെ അരമുണ്ട് ഒന്ന് പൊക്കിയെടുത്തിട്ട് അങ്ങ് തോളിൽ വെച്ചേക്കണം, അതിൻ്റെ മീതെ കല്ല് വെച്ചുകൊണ്ട് വന്നാൽ അങ്ങേക്ക് മുറിവുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഫഅല, ഹബീബാ നബി തങ്ങൾ അവിടുത്തെ അരമുണ്ട് ഒന്ന് മേലോട്ട് ഉയർത്തി വെച്ചതാണ് നബിക്ക് ഓർമ്മയുള്ളത്. ഫഫഅല ഫഖറ ഇലൽ അർള്, പുണ്യനബി തങ്ങൾ ഭൂമിയിൽ ബോധരഹിതരായി വീഴുകയാണുണ്ടായത്. വതമഹത ഐനാഹു ഇലസ്സമാ, ഹബീബാ നബി തങ്ങളുടെ കണ്ണുകൾ മലക്കം മറിഞ്ഞു പോകുന്നത് അബ്ബാസ് എന്നവർ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ثم قال ഇസാരി ഇസാരി, എൻ്റെ വസ്ത്രം എൻ്റെ വസ്ത്രം, എൻ്റെ അരവസ്ത്രം എൻ്റെ അരവസ്ത്രം, അരമുണ്ട് അരമുണ്ട് എന്ന് ഇസാർ ഇസാരി ഇസാരി, എൻ്റെ വസ്ത്രം എൻ്റെ വസ്ത്രം എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഫശദ്ദ അലൈഹി ഇസാറഹു, കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ ഹബീബിൻ്റെ ശരീരം കണ്ടുപോയത് ഹബീബായ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത് കൊച്ചുനാളിലെ ചരിത്രമാണിത്. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. ആ നേരം പുണ്യനബി ബോധം കെട്ടി വീഴുകയാണ്. ഹബീബാ നബി തങ്ങളുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് പോലും ഹബീബിന് ഇഷ്ടമല്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ, ഒരു പുരുഷനും ഒരു പുരുഷന്റെയും ഔറത്ത് നോക്കരുതേ എന്ന് റസൂലുള്ളാഹ്. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിൻ്റെ ഔറത്ത് കാണാൻ പാടില്ല. അവൾ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും. ഏതെല്ലാം തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ കൺമുമ്പിൽ പ്രചരിക്കുന്ന കാലം, ഒരു ആണും ഒരാണിൻ്റെയോ ഒരു പെണ്ണും ഒരു പെണ്ണിൻ്റെയോ പാടില്ലെന്നിരിക്കെ ആണ് പെണ്ണിൻ്റെയും പെണ്ണ് ആണിൻ്റെയും കാണുന്നതിൻ്റെ വിധി എത്ര ഗൗരവമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അൽ ഫഖിദു ഔറാ, പുരുഷന്മാരുടെ കാൽമുട്ടിൻ്റെ മേലെയുള്ള ഭാഗം ഔറത്താണ്, അത് മറക്കേണ്ടതാണ്. കൊച്ചുനാളിൽ നബി പോലും ആയിട്ടില്ലാത്ത കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ആ ഒരു വസ്ത്രം നീങ്ങിപ്പോയത് വേദനയോടെ കണ്ട റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഷ്റഫുൽ ഖൽഖിൻ്റെ പരിശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ പ്രകാശം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പ്രകാശമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. അവിടുന്ന് ലോകത്തിന് നൽകിയ നുബുവ്വത്തിൻ്റെ പ്രകാശം, ഒരു മനുഷ്യനും ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ലാത്ത ഹിക്മത്തിൻ്റെ വചനങ്ങൾ. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, പരിശുദ്ധമായ ഖുർആൻ, ആശയസമ്പുഷ്ടമായ ഖുർആൻ, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഖുർആൻ. ഈ വിശുദ്ധമായ ഖുർആനിനെ തന്നെയാണ് സത്യം. വിശുദ്ധ നബിയെ അങ്ങ് അല്ലാഹുവിൻ്റെ റസൂല് തന്നെയാണ്. ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ഇങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ നിന്നൊരു പ്രവാചകൻ വരുന്നത് എന്ന് അത്ഭുതത്തോടെ നോക്കിയവർക്ക് അള്ളാഹു നൽകുന്ന മറുപടി, എൻ്റെ പ്രവാചകൻ തന്നെയാണ് എന്നതിൻ്റെ തെളിവ് ഈ പ്രകാശമായ വിശുദ്ധ ഖുർആൻ. എൻ്റെ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടല്ലയോ നബി തങ്ങൾ നിങ്ങളിലേക്ക് വന്നത്. ആ ഹബീബിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലായിരുന്നോ? അവിടുന്നല്ലയോ അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്നത്? ആ പ്രവാചകരെയല്ലയോ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിരുന്നത്?
ആ പ്രവാചകനെയല്ലേ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നിങ്ങൾ വിളിച്ചത്? എവിടെയാണ് ഹജറുൽ അസ്വദ് വെക്കേണ്ടത് എന്ന തർക്കം മൂർച്ഛിക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന തരത്തിൽ അത് ഗൗരവമേറുകയും ചെയ്തപ്പോൾ ആരാണോ മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആ മനുഷ്യൻ വിധി കൽപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞത്, അല്ലാഹു കാന അംറൻ മഖ്ദിയ, അല്ലാഹു നിശ്ചയിച്ചൊരു കാര്യം റബ്ബ് നടപ്പാക്കാനായിരുന്നു നിങ്ങളുടെ ചിന്തകളിൽ അങ്ങനെ ഒരു ആശയം തന്നെ അല്ലാഹു ഇട്ടുവെച്ചത്. ആ പരിശുദ്ധമായ വാതിലുകളിലൂടെ കടന്നു വന്നത് ആരായിരുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ഹജറുൽ അസ്വദ് ആ വസ്ത്രത്തിൻ്റെ മധ്യത്തിലേക്ക് വെക്കുകയും ആ വസ്ത്രത്തിൻ്റെ 4 മൂലകളും 4 ഗോത്രത്തിൻ്റെയും നേതാക്കന്മാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കഅബാലയത്തിൻ്റെ അരികത്തേക്ക് വരാൻ പറയുകയും ചെയ്യുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് 20-ൽ ചില്ലാനും പ്രായമാണ് വയസ്സ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കണ്ടിരുന്നത് പുണ്യ റസൂലിലായിരുന്നില്ലേ? ആ ഹബീബിൻ്റെ പരിശുദ്ധമായ തിരുമുഖം മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ലേ? മക്കക്കാർക്ക് മഴ വേണമെന്ന് പറയുമ്പോൾ അബൂ ത്വാലിബ് എന്നവരെ ഈ കൊച്ചുകുട്ടിയെ മുൻനിർത്തി ദുആ ചെയ്യുമായിരുന്നു, മക്കക്കാർക്ക് മഴ ലഭിക്കുമായിരുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമുകളുടെ അഭയമാണ്. വിധവകളായ പെണ്ണുങ്ങൾക്ക് അഭയവും സംരക്ഷണവും നൽകിയ നബി ആ പരിശുദ്ധ റസൂലിൻ്റെ പരിശുദ്ധമായ മുഖം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അബൂ ത്വാലിബിൻ്റെ കാലഘട്ടത്തിൽ പോലും മഴ ലഭിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് പുണ്യനബി തങ്ങളുടെ വരവിനെ കുറിച്ച് അള്ളാഹു ഇത്രമേൽ സന്തോഷത്തോടെയാണ് നമ്മളോട് പറയുന്നത്. ആ ഹബീബിൻ്റെ ജന്മം നടന്ന പരിശുദ്ധമായ മാസമാണിത്. അവിടുന്ന് ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ, അവിടുന്ന് ജനിച്ച നാടിന് പ്രത്യേകതയുണ്ടെങ്കിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലെടുത്ത് വെച്ച ഓരോ മണൽത്തരിക്കും പ്രത്യേകതയുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അലിയാരെ മഹാനായ അലി തങ്ങളെ വിളിച്ചുകൊണ്ടാ തങ്ങൾ പറയുന്നത്, യാ അലി ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാനത് തുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ്. അലിയാരെ, മക്കയിൽ ഒരു പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയാം. ആ പാറയുടെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് 40 വയസ്സെത്തുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അരികത്തുകൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ നിങ്ങൾക്ക് റബ്ബിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഒരു കല്ലെന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അലിയെ, എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വൃക്ഷങ്ങൾ ഹബീബിന് വേണ്ടി അരികത്തേക്ക് നടന്നു വന്നിട്ടുണ്ട്. എത്രയോ സ്വഹീഹായ ഹദീസുകൾ. ജാഅത്ത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. കാലുകളില്ലാതെ വൃക്ഷങ്ങൾ അവയുടെ തടികളാൽ പുണ്യനബി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഹുറൈറ തങ്ങളുടെയും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെയും റിവായത്തുകളിൽ പുണ്യ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് മണ്ണ് കിളച്ചു നീക്കി വന്നത് അവർ കണ്ടതിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പുണ്യനബി തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അവകൾ തിരിച്ചു പോയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി തണൽ വിരിക്കാൻ വൃക്ഷങ്ങൾ കുനിഞ്ഞു കൊടുക്കുന്നത് നേരിൽ കണ്ടവരാണ് സ്വഹാബിമാർ. അത് കഴിഞ്ഞ് ഇദ്ഹബാ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ 2 വൃക്ഷവും നടന്നു നീങ്ങുന്ന പോലെ മുഅ്ജിസ് നടന്നതും സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്.
അജഅത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. പുണ്യനബി വിളിച്ചപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് തലകുനിച്ചുകൊണ്ട് ഹബീബേ അങ്ങയുടെ മുമ്പിലേക്ക് വൃക്ഷങ്ങൾ നടന്നു വന്നില്ലയോ? തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. നടക്കാൻ കാലുകളില്ലാഞ്ഞിട്ടുകൂടെ ആ വൃക്ഷത്തിന്റെ തടിയാൽ കിളച്ചു കയറി വന്നിട്ടില്ലയോ നബിയേ? ഹബീബാ നബി തങ്ങളുടെ സ്പർശം നഷ്ടപ്പെട്ടപ്പോഴാണ് മദീന പള്ളിയിൽ ചാരി വെച്ചിരുന്ന ഉണങ്ങിയ മരക്കഷ്ണം, ഹദീസുൽ ജിദ്അ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ ഹദീസ് പഠിപ്പിക്കുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു അത്രേ. ആ ഒരു മരത്തടി ഹബീബായ തങ്ങൾ ഖുത്ബയോദാൻ വേണ്ടി ചാരി നിന്നിരുന്ന മരത്തടി ചരിത്രം നിങ്ങൾ കേട്ടതും സ്വഹീഹുകളിൽ, സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും അടക്കം വന്ന പരിശുദ്ധമായ ചരിത്രം. ആ പരിശുദ്ധമായ ആ ഒരു മരത്തടിയിലേക്ക് ചാരി നിന്ന നബിതങ്ങൾക്ക് വേണ്ടി മിമ്പർ ഉണ്ടാക്കിയപ്പോൾ അത് പുറത്തേക്ക് മാറ്റിവെച്ചപ്പോൾ ആ വൃക്ഷം കരഞ്ഞില്ലയോ? അത് ഉണങ്ങിയ വൃക്ഷമാണ്, വൃക്ഷത്തടിയാണത്. യഹിന്നു കഹനീനി തുഫിലി, ഒരു കൊച്ചു കുഞ്ഞ് കരയുന്ന പോലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഹബീബിൻ്റെ കൂടെ ഓടിക്കൂടി നോക്കുമ്പോൾ മദീന പള്ളിയുടെ പുറത്ത് ചാരി വെച്ച മരത്തടിയാണത്. ആ മരത്തടിയോട് ഹബീബാ നബി തങ്ങൾ കയ്യിൽ തലോടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ആ മരത്തിൻ്റെ തേങ്ങൽ അടങ്ങുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, നബിയേ എന്താണങ്ങ് ആ മരത്തടിയോട് പറഞ്ഞത്? ഞാൻ അതിനോട് പറഞ്ഞത്, നാളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ വരാൻ നിനക്കിഷ്ടമല്ലയോ? അതേ നബിയെ എന്ന് സമ്മതിക്കുകയും അതിൻ്റെ കരച്ചിൽ നിർത്തുകയും ചെയ്തു. ഒരു മനുഷ്യനെ മറവ് ചെയ്യുന്ന പോലെ ആ മരത്തടിയെ മണ്ണിൽ കുഴിച്ചിടാൻ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനെങ്ങാനും ആ മരത്തടിയെ തടവിയില്ലായിരുന്നുവെങ്കിൽ ലഹന്നതി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് കരയുമായിരുന്നുവത്രേ. ഈ ഹദീസ് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ പറയും, മുഅ്മിനുകളെ, ഈമാൻ തുടിക്കുന്ന ഈമാനിന്റെ വെളിച്ചമുള്ളവരെ, ഹാദൽ ജിദ്ഉ, ഇത് ജീവനില്ലാത്ത മരത്തടിയാണ്. ജീവനില്ലാത്ത മരത്തിന്റെ തടി. ഈ സംഭവം മുതവാത്തിറായ സംഭവമാണത്രേ. അതായത് തലമുറകൾക്ക് കൈമാറിയത്. ഒരു വ്യക്തി, ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യനല്ല, ശിഷ്യൻ തൻ്റെ ശിഷ്യനല്ല, അങ്ങനെ ഓരോരുത്തരായി കൈമാറിയ ചരിത്രമല്ല ഇത്. നിഷേധിക്കാൻ കഴിയാത്ത വിധം 1000 ആളുകൾ 1000 അടുത്ത തലമുറയിലേക്ക് കൈമാറിയവർ, 1000 ആളുകളിലേക്ക് തൊട്ടടുത്ത തലമുറയിലേക്ക്, അങ്ങനെ അവർ ആയിരക്കണക്കിന് ആളുകൾ. അങ്ങനെ മുതവാത്തിർ, ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത സംഭവം. ഒരു ജീവനില്ലാത്ത മരത്തടിക്ക് ഹബീബിനോട് ഇങ്ങനെ ഒരു സ്നേഹവും ഹബീബിൻ്റെ സ്പർശം കൊതിക്കുകയും ചെയ്ത് ആ വൃക്ഷം തേങ്ങിയിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണണമെന്നും ഹബീബിൻ്റെ അരികത്തെത്തണമെന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കണമെന്നും ഓർത്തുകൊണ്ട് കരയാൻ നമ്മൾ എത്ര ബാധ്യസ്ഥരാണ്. ഒരു മരത്തടി ഇങ്ങനെ കരയുകയാണെങ്കിൽ ജീവനുള്ള ഈമാനുള്ള നമ്മൾ എത്ര കരയണമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് കരയുമായിരുന്നുവത്രേ. മഹാന്മാർ ഇമാം ഷാഫിഈ തങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ കരയണ്ടയോ? ഒരു വൃക്ഷമല്ലേ കരയുന്നത്? മിണ്ടാ പ്രാണികൾ ഹബീബിനോട് വന്ന് സലാം പറഞ്ഞ അനുഭവങ്ങൾ, മിണ്ടാ പ്രാണികൾ ഹബീബിനോട് സംസാരിച്ചത്, പക്ഷികൾ ഹബീബിനോട് പരാതി പറഞ്ഞത്, ഹബീബാ നബി തങ്ങൾ ഹമാമച്ചകൾ വന്ന് ഹബീബിനോട് പരാതി പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട്. ഹദീസിൽ വന്ന സംഭവങ്ങളാണത്. പാറിപ്പറന്ന് ഹബീബിൻ്റെ തലക്ക് മീതെ ഒരു മാടപ്രാവ് പറക്കുമ്പോൾ പുണ്യ നബിയാണ് ചോദിച്ചത്, അയ്യുക്കും ഫജഅത്ഹാ ഫീ വലദിഹാ, ഈ പക്ഷിയെ ആരാണ് അതിൻ്റെ കുഞ്ഞിനെ പിടിച്ച് വേദനിപ്പിച്ചത് എന്ന്. നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങളാണ് നബിയേ. അപ്പോൾ ആ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ സ്വഹാബികൾ ആരോ കയ്യിലെടുത്തിട്ടുണ്ട്, വിരിഞ്ഞു നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അവയുടെ കൂട്ടിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക. ഈ പക്ഷി എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ പക്ഷിയെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങളോട് പരാതി പറഞ്ഞു വന്ന മാൻപേട, ഹബീബിനോട് കണ്ണിൽ കണ്ണിനീരുമായി വന്ന ഒട്ടകം. പുണ്യ നബിയാ ചോദിച്ചത്, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ. അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ.
ആ അൻസ്വാരിയെ വിളിച്ചിട്ടല്ലയോ ഹബീബ് പറയുന്നത്? നമ്മൾ ആലോചിക്കണം. മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ, മനുഷ്യനെ കൊണ്ട് തൻ്റെ കീഴെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, പ്രയാസമുള്ള ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ നബി തങ്ങൾ. ആ ഒട്ടകത്തിന് ഉടമസ്ഥനാരാണ്? അനയാ റസൂലല്ലാ, അടുത്തേക്ക് വരൂ സഹോദര, ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നു. അന്നക തുജീഉഹു, ഈ ഒട്ടകത്തിനെ നിങ്ങൾ വിശപ്പനുഭവിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ നേരത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന്, അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഭാരമുള്ള ജോലികൾ എടുപ്പിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഇത്തഖില്ലാഹ ഫീ ഹാദിഹിൽ അജ്മാ, സംസാരിക്കാൻ പറ്റാത്ത ഈ ജീവികളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഈ ജീവികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അധികാരമുണ്ട് എന്ന് ഓർമ്മ വേണമെന്ന് ആ ചെറുപ്പക്കാരനെ എല്ലാ ലോകത്ത് വരാൻ പോകുന്ന ക്രൂരതയോ കഠിന മനസ്സോ ഉള്ള സർവരോടും, ഒരു ജന്തുവിനോട് പോലും വേദന ചെയ്യരുത്, ഒരു ജന്തുവിനെ പോലും വേദനിപ്പിക്കരുത്, ഒരു ജീവിയെപ്പോലും വിഷമിപ്പിക്കരുത്, ഒരു പക്ഷിയെപ്പോലും നോവിക്കരുത്, ഒരു ഉറുമ്പിനെ പോലും നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രമല്ല ഹബീബായ നബി തങ്ങളുടെ വരവോടുകൂടെ ലോകങ്ങൾക്കാണ് അല്ലാഹു റഹ്മത്ത് നൽകിയിരിക്കുന്നത്. ആ റഹ്മത്തിൻ്റെ വസന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് ഷഫീഅഹായി നാളെ വരുമ്പോൾ, ഉമ്മത്തികൾക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുമ്പോൾ, അല്ലാഹുവേ ആ ശഫാഅത്തുൽ ഉദുമയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. അവിടുന്ന് ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, ആയിഷ, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാത്ത ഒരു ദിവസം പോലും, ഒരു രാത്രി പോലും കഴിഞ്ഞു പോകുന്നില്ല. എല്ലാ രാവുകളിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് ആയിഷ എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഭൂമിയിൽ നിന്ന്, പരിശുദ്ധമായ റൗളയിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറ അല്ലാഹു സജ്ജമാക്കുമ്പോൾ സുജൂദിൽ കിടന്ന് അല്ലാഹുവിൻ്റെ യഹ്മിദുഹു ബിമഹാമിദ, ഒരാൾക്കും ഇതുവരെ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദുകളും ശുക്റുകളും പറഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുമ്പോൾ പുണ്യനബി തങ്ങളോട് അല്ലാഹുവിൻ്റെ ചോദ്യം, എന്തിനാണ് നബി അങ്ങ് കരയുന്നത്? എന്തിനാണ് നബി അങ്ങ് കരയുന്നത്? അങ്ങയുടെ ആവശ്യം എന്താണ്? ഇർഫഅ റഅസക്, തല ഉയർത്തൂ നബിയെ. അങ്ങേക്ക് ശുപാർശ ചെയ്യാൻ പറ്റും, അങ്ങയുടെ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും, പറഞ്ഞോളൂ നബിയേ എന്ന് ഹബീബിനോട് അല്ലാഹു മലക്കുകളുടെ, അംബിയാ മുർസലുകളുടെ, സുഹാബത്തിൻ്റെ, ഔലിയാഇൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, സാധാരണക്കാരായ സർവ്വ മനുഷ്യരുടെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മോൾ ഫാത്തിമ ബീവിയുടെ പേരല്ല പറയുന്നത്, സ്വന്തം ഇഷ്ടഭാജനമായിരുന്ന ഖദീജ ബീവിയല്ല പറയുന്നത്, കൊച്ചുനാളിൽ മരിച്ചുപോയ ഇബ്രാഹിം എന്ന കുഞ്ഞിനെ, അബ്ദുള്ള എന്ന കുഞ്ഞിനെ, ഖാസിം എന്ന കുഞ്ഞിനെ അല്ല ഹബീബ് ഓർക്കുന്നത്. ഹബീബായ തങ്ങളുടെ പെൺമക്കളായ സൈനബ് ബീവിയെയോ റുഖയ്യ ബീവിയെയോ ഉമ്മു കുൽസൂം ബീവിയെയോ അല്ല, കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെയോ ആയിഷ ബീവിയെയോ കുടുംബക്കാരായ ഒരാളെ കുറിച്ചും നബി ഞങ്ങൾ പറയുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ അവനവൻ്റെ കാര്യം പറയൂലേ, എൻ്റെ കുടുംബം എന്ന് പറയൂലേ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ എന്ന് സ്വന്തത്തിനോട് ബന്ധപ്പെട്ടതല്ലേ നമ്മൾ ഓർക്കുന്നത്. പുണ്യ ഹബീബേ പറഞ്ഞോളൂ, എന്തിനാണ് അങ്ങ് ഇത്രമേൽ വിഷമിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഉമ്മച്ചീ, അല്ലാഹുവേ, എൻ്റെ അനുയായികൾ, ഞാൻ നിന്റെ റസൂലാണെന്ന് എന്നെ വിശ്വസിച്ചവർ, നീ അല്ലാഹുവാണെന്ന് വിശ്വസിച്ചവർ, എൻ്റെ അനുയായികൾ പാപം ചെയ്തവരുണ്ട്, തെറ്റുകൾ ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കുമെന്ന് ഉറപ്പ് തന്നാലേ എൻ്റെ മനസ്സ് സന്തോഷിക്കൂ എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയിൽ വെച്ച് വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖിൻ്റെ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, നബിയേ, അല്ലാഹു അങ്ങേക്ക് തരും, അല്ലാഹു അങ്ങേക്ക് നൽകും. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, അങ്ങയുടെ മനസ്സ് നിറയുന്നവരെ, അങ്ങ് സന്തോഷിക്കുന്നവരെ, അങ്ങയുടെ കണ്ണഞ്ചുന്നവരെ അല്ലാഹു അങ്ങേക്ക് നൽകും എന്ന് പറഞ്ഞപ്പോൾ, വലന്നർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാനതൊരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന്
പുണ്യനബി തങ്ങൾ അല്ലാഹുവിന് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീൻ പഠിപ്പിക്കാൻ വന്നവരാണ്. ഹബീബായ തങ്ങൾ ലോകത്തിന് റഹ്മത്തായി വന്നവരാണ്. ഹബീബ് അല്ലാഹുവിൻ്റെ ദൂതരാണ്. നമ്മുടെ സൃഷ്ടാവായ പടച്ചവൻ നമ്മളോട്, മനുഷ്യരോട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമ്മിലേക്ക് കൈമാറാൻ വന്ന അള്ളാന്റെ നബിയും അബ്ദും റസൂലുമാണെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, അത്തരം ആളുകൾക്ക് നാളെ ഹബീബിന്റെ ശഫാഅത്ത് ഉറപ്പാണ്. അള്ളാഹു ഹബീബിന്റെ ശഫാഅത്തുൽ ഉളുമയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മത്തി എന്ന് വിളിക്കുന്ന റസൂലാണത്. അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ ഐന നജിദുക യാ റസൂലല്ലാഹ്, എവിടെയാണ് നബിയെ ഞങ്ങൾ അങ്ങയെ നാളെ നോക്കേണ്ടത്? ഈ ലോകത്തോട് അങ്ങ് യാത്ര പറഞ്ഞു പോകുമ്പോൾ നാളെ എവിടെ വെച്ചാണ് അങ്ങയെ കാണുക എന്ന് ചോദിച്ചപ്പോൾ പുണ്യനബി തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. നിങ്ങളാരും എന്നെ കാണാതെ പോവില്ല. 3 സ്ഥലങ്ങളിൽ ഞാനുണ്ടാകും. ഒന്നുകിൽ സിറാത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ നീ മീസാനിന്റെ അടുത്ത്, മീസാനിന്റെയോ സിറാത്തിന്റെയോ അടുത്ത് ഞാനുണ്ടാകും. ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാനുണ്ടാകും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബ് കഴിഞ്ഞ് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു നാള് അള്ളാഹു ഹിസാബിന് വേണ്ടി സംവിധാനിക്കുമ്പോൾ ആ ഹിസാബിന്റെ ദാഹം, സഹിക്കാൻ കഴിയാത്ത ദാഹവുമായി വിശ്വാസികളടക്കമുള്ള ആളുകൾ ദാഹിച്ചോടുമ്പോൾ ഹബീബായ തങ്ങൾ ഹൗദുൽ കൗസറിന്റെ വെള്ളവുമായി കാത്തിരിപ്പുണ്ടാകും. അൽ കൗസറു നഹ്റുൻ അതാനീഹി റബ്ബി ആനിയതുഹു ബിഅദദിൽ കവാകിബ്. നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളുടെ അത്ര കോപ്പകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധമായ സ്വർഗീയ പുഴയാണ് അള്ളാഹു എനിക്ക് തന്ന കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ പരിശുദ്ധമായ വെള്ളം കോപ്പയെടുത്ത് ആയിരക്കണക്കിനായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന എൻ്റെ ഉമ്മത്തികൾക്ക് വിതരണം ചെയ്യാൻ എൻ്റെ കയ്യിൽ കോപ്പയുണ്ട്. അതിൽ നിന്ന് സ്വന്തമായി മുക്കിക്കുടിക്കാൻ പറ്റുന്നവരുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പകൾ കിടക്കുന്ന ആ ഒരു പരിശുദ്ധമായ പുഴയാണത്. മൻ ശരിബ മിൻഹു, ആരെങ്കിലും അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ ലം യളുമ അബദ, ഒരിക്കലും അവർക്ക് ദാഹമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ, ദാഹിച്ചു വരുന്ന നിങ്ങൾക്ക് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാനുണ്ടാകും. നിങ്ങളുടെ നന്മതിന്മകൾ നോക്കുന്ന തുലാസിന്റെ അരികത്ത് ഞാനുണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കാണും. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളുടെ നന്മതിന്മകൾ തൂക്കി നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റുക്അത്ത് കൊണ്ട് ഒരു ചെറിയ തോൽക്കഷ്ണത്തിലെങ്ങാനും എഴുതി വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ ഉമ്മത്തികളുടെ കൽബിൽ പതിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരുടെ നാവുകളിൽ അവർ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഏകനാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനിൻ്റെ കണിക കൊണ്ടെങ്കിലും അവരുടെ നന്മയുടെ തുലാസ് ഖനം തൂക്കണേ എന്ന് ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നരകത്തിൻ്റെ മീതെ കടന്നു പോകുന്ന സിറാത്തിൻ്റെ അരികത്ത് ഞാനുണ്ടാകും. അല്ലാഹുമ്മ സല്ലിം സല്ലിം. എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികൾ കടന്നു പോകുന്നതിൻ്റെ മുമ്പ് അഷ്റഫുൽ ഖൽക്കിൻ്റെ ഉമ്മത്തികളാണ് ആദ്യമായി സിറാത്ത് കടക്കുന്നതത്രേ. ആ സിറാത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ അത് നരകത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് അവിടുത്തെ ഓരോ ഉമ്മത്തികളും കയറിപ്പോകുമ്പോൾ ഞാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാകുമെന്ന് നമുക്ക് വേണ്ടി പറഞ്ഞ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തത്തെയോ സ്വന്തം കുടുംബമോ അവിടുത്തെ മക്കളെയോ ഭാര്യമാരെയോ ഓർത്തുകൊണ്ടല്ല ഹബീബ് പറയുന്നത്, ഉമ്മത്തികളെ ഓർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മളാരും ചിന്തിക്കുന്നതിനും അപ്പുറത്ത് സത്യവിശ്വാസികളോട്
ആർദ്രതയും കരുണയും ദയാവായ്പും വാത്സല്യവുമുള്ള നബിയാണ്. ആ നബിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് എത്ര ഉത്സാഹത്തോടെ സന്തോഷത്തോടെ റബീഇനെ സ്വീകരിക്കാൻ, ഹബീബിനെ സ്വീകരിക്കാൻ, പുണ്യ നബി തങ്ങളുടെ ദഅവത്ത് സ്വീകരിക്കാൻ, അവിടുത്തെ സുന്നത്തിനെ സ്വീകരിക്കാൻ, വിശുദ്ധ ഖുർആനെ സ്വീകരിക്കാൻ അള്ളാഹു നൽകുന്ന ആഹ്വാനമാണിത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതൊരു സൗഭാഗ്യമാണ്. അവിടുത്തെ സിയാറത്ത്, അവിടത്തോട് സലാം പറയാൻ, സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഒരുപാട് തവണ റബ്ബ് ദുനിയാവിൽ നമുക്ക് നൽകട്ടെ. നാളെ ഹബീബിൻ്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും അവിടുന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് ആദ്യ സംഘത്തിൽ നടന്നു പോകുമ്പോൾ ലിവാ ഉൽ ഹംദ് എന്ന് പറയുന്ന ആ പതാകക്കു കീഴെ ഹബീബിൻ്റെ അനുയായികൾക്കൊപ്പം അവിടുത്തെ സ്വഹാബിമാർ, താബിഉകളോടൊപ്പം ഈ ഉമ്മത്തിൻ്റെ ഖൈറുൽ ഖുറൂനിനോടുകൂടെ ഒരുമിച്ച് നിന്ന് സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം, അത് ചോദിക്കാൻ മാത്രം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും യാ റബ്ബന യാ അല്ലാഹ്, അല്ലാഹുവേ നീ എത്ര കാരുണ്യവാനാണ്, നീ എത്ര കാരുണ്യവാനാണ് റബ്ബേ, ഔദാര്യവാനാണ്. ഉമ്മത്തികളിൽ അവസാനം വന്നവർ ഞങ്ങൾ, പാപങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയവർ ഞങ്ങൾ, അറിവ് കുറഞ്ഞവർ ഞങ്ങൾ, പാപങ്ങൾ വർദ്ധിച്ചവർ ഞങ്ങൾ, പശ്ചാത്താപം കുറഞ്ഞവർ ഞങ്ങൾ, ശുക്ർ പോലും ചെയ്യാൻ മറന്നു പോകുന്നവർ ഞങ്ങൾ. എന്നാലും അല്ലാഹുമ്മ റഹ്മതുക ഔസഉ മിൻ ദുനൂബിനാ വറഹ്മതുക അർജാ ലനാ മിൻ അഅമാലിനാ. റബ്ബേ, ഞങ്ങളുടെ അമലുകളെക്കാളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിന്റെ റഹ്മത്താണ്. ഞങ്ങളുടെ പാപങ്ങളെക്കാളും വിശാലമായി കിടക്കുന്നത് നിന്റെ പാപമോചനം എന്ന മഗ്ഫിറത്താണ് റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബിൻ്റെ കൂടെ കടക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. ബിജാഹി വഹഖ് നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ശീരിനി നമുക്ക് നൽകിയത് ഹാഷിം എന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ കാശ് തിരികെ ലഭിക്കാനും ഖൈറായ രീതിയിലുള്ള ഒരു ജോലി ശരിയാവാനും നിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് അവരുടെ കൈകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഖൈറായ കൺകുളിർമയുള്ള മഈശത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെയും പരിപാടികൾ ഇൻഷാ അല്ലാഹ് അവിടെ അനൗൺസ് ചെയ്യാനുണ്ട്. ചില പ്രാർത്ഥനകളുണ്ട്. കാസർഗോഡ് ചെമ്മനാട് കല്ലുവളപ്പിൽ റിയാസ് എന്ന സുഹൃത്ത് കടലിൽ കാണാതായത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ റിയാസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അള്ളാഹു ആ റിയാസ് എന്ന നമ്മുടെ സുഹൃത്തിനെ കീഴൂർ ഭാഗത്താണ് കാണാതായത്. കാസർഗോഡ് ജില്ലക്കാർക്കറിയാം. അദ്ദേഹം കാണാതായിട്ട് 5 ദിവസം കഴിഞ്ഞു. അള്ളാഹുവെ, ആ സഹോദരനെ കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നീ വിജയിപ്പിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹു നീ വിജയിപ്പിക്കണേ റബ്ബേ. റിയാസിനെ കണ്ടെത്താനുള്ള എല്ലാവിധ തൗഫീഖും നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, കുടുംബത്തിന്, വീട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് മനസ്സിന് കരുത്തും ക്ഷമയും അള്ളാഹുവെ ഈ വലിയൊരു ഭാരം താങ്ങാനുള്ള കരുത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റഹ്മർ റാഹിമേ, ഞങ്ങൾക്കൊക്കെ മരണമാസന്നമാകുമ്പോൾ അള്ളാഹുവെ കെലിമ ചൊല്ലിയുള്ള മരണം റാഹത്തിൽ നിന്നിലേക്ക് യാത്രയാവാൻ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഹൃത്ത് എക്സ്പ്രസ് മദീന നടത്തുന്ന നമ്മുടെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം പുതിയൊരു സംരംഭം തുറക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ കച്ചവടത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇസ്ലാമിക് സെൻറ്ററിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു നബിദിന പരിപാടി, മൊയ്ൻ അലി തങ്ങളും ഇവരൊക്കെ വരുന്നത്, അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഇവിടെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടക്കുകയാണ് നമ്മുടെ സെൻറ്ററിൽ. ഇൻഷാ അല്ലാഹ് എല്ലാറ്റിലും കഴിവിൻ്റെ പരമാവധി നമ്മുടെ പങ്കാളിത്തമുണ്ടാകണം. എല്ലാവരും നമ്മുടെ മൗലിദ് പാരായണം നിർബന്ധമായും നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ എപ്പോഴും ചെയ്യണം. റബീഉൽ അവ്വലിൽ ഏതായിരുന്നാലും മറന്നുപോകരുത് എന്ന സാന്ദർഭികമായി ഉണർത്തുകയാണ്. പല വസ്വാസും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കും. നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ മഹബ്ബത്തും അത് നമ്മുടെ ഖൽബിലാണ്.
അതാർക്കും ചോർത്തിയെടുത്ത് കൊണ്ടുപോകാൻ അവസരം നൽകരുത്. ഹബീബിൻ്റെ മൗലിദും അപദാനങ്ങളും സ്വലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളെ, നമ്മുടെ ജോലിസ്ഥലങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത്, താമസിക്കുന്നിടത്ത്, നമ്മൾ പോകുന്നിടത്ത്, നിൽക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്തൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ ഹദീസ് പഠിക്കുക എന്നൊരു ദൗത്യം നമ്മൾ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നമ്മൾ തുടങ്ങി വെച്ചതായിരുന്നു. അൽഹംദുലില്ലാഹ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال التثاؤب من الشيطان فإذا تثاءب أحدكم فليرده ما استطاع متفق عليه. മുത്തഫഖ് അലൈഹി എന്ന് കണ്ടാൽ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മുത്തഫഖ് അലൈഹി എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള വളരെ പ്രമാണമായ ഹദീസാണെന്നാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യനബി തങ്ങൾ പറഞ്ഞു, അത്തഥാഉബു മിനശ് ശൈത്വാൻ, കോട്ടുവായ ഇടുന്നത് പിശാച്ചിൽ നിന്നുള്ളതാണ്. കോട്ടുവായ ഇടുന്നത് പിശാച്ചിൽ നിന്നുള്ളതാണ്. ഫഇദാ തഥാഅബ അഹദുക്കും, നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ കോട്ടുവായ വരികയാണെങ്കിൽ ഫൽയറുദ്ദുഹു മസ്തതാ, കഴിവിൻ്റെ പരമാവധി അതിനെ പിടിച്ചു നിർത്തണം. കോട്ടുവായ ഇടാതെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അതിനെ പിടിച്ചു നിർത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഓതി നോക്കൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഥാഉബു മിനശ് ശൈത്വാൻ ഫഇദാ തഥാഅബ അഹദുക്കും ഫൽയറുദ്ദുഹു മസ്തതാഅ. ഒന്നുകൂടി ഓതി നോക്കുക. അത്തഥാഉബു മിനശ് ശൈത്വാൻ ഫഇദാ തഥാഅബ അഹദുക്കും ഫൽയറുദ്ദുഹു മസ്തതാഅ. തഥാഉബ് എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇടൽ. തഥാഉബ്, തഥാഅബ എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇട്ടു എന്നാണ്. അത്തഥാഉബു മിനശ് ശൈത്വാൻ, അവിടെ ഒരു പിശാചിൻ്റെ ഇടപെടലുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫഇദാ തഥാഅബ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും, അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും, ഫഇദാ തഥാഅബ, നിങ്ങൾ ആരെങ്കിലും കോട്ടുവായ ഇടുകയാണെങ്കിൽ ഫൽയറുദ്ദുഹു മസ്തതാ, കഴിവിൻ്റെ പരമാവധി ഫൽയറുദ്ദുഹു, അതിനെ റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തണം. കോട്ടുവായെ പിടിച്ചു നിർത്തണം, കോട്ടുവായ ഇടാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തുകൾ വായിക്കുന്നതിന് മുമ്പ് ഒരറിയിപ്പ്. നമ്മുടെ അബുദാബി SKSF സൗത്ത് സോണിൻ്റെ ഒരു പരിപാടി, മീലാദ് കോൺഫറൻസും മജ്ലിസുന്നൂർ വാർഷികവും മദ്ഹൂർ റസൂൽ പ്രഭാഷണവും ഇവിടെ നടക്കുന്നുണ്ട്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മുഈൻ അലി തങ്ങൾ, പിന്നെ അൽ ഹാഫിദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അബുദാബി, ഇവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. മജ്ലിസുന്നൂറും ദുആ മജ്ലിസും മൗലിദ് പാരായണവും ബുർദ മജ്ലിസും മീലാദ് കോൺഫറൻസും അന്നദാനവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 22 എല്ലാവരെയും പരിപാടിക്ക് വേണ്ടി ഹാർദവമായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പായസം നൽകിയ സുഹൃത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. KH അലിച്ചയുടെ ഉപ്പയുടെ ആണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കാഞ്ഞങ്ങാടുള്ള ഹസൻ മാഷ് അബുദാബിയിൽ വെച്ച് മരണപ്പെട്ടു. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അബ്ബാസ് അണ്ണന്തൊടിയുടെ ഉപ്പം ഇന്നലെ മരണപ്പെട്ടു. ഉമ്മാക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഷിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ വേണ്ടി റിഷാദ് ഫൈസി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. ആയിഷ ചൂരപ്പുലാക്കൽ ആദവനാട് ഹാരിസിൻ്റെ അമ്മായിയാണ്, അല്പം മുമ്പ് മരണപ്പെട്ടു. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്ന യാത്രയിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ജോലിയിൽ ഖൈറും ബറക്കത്തും ഇസ്സത്തും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. സുഹൃത്ത് ആബിദ് ഖത്തറിൽ വെച്ച് ഇന്ന് മരണപ്പെട്ടു. ദുആ ചെയ്യാൻ. വിസ പുതുക്കാനായി ആയിട്ടുണ്ട്. ഖൈറും റാഹത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. മകൾക്ക് കല്യാണ ആലോചന വരുന്നുണ്ട്, ഖൈറായത് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഖൽബ് ശുദ്ധിയാവാനും ഈമാനും ഇഖ്ലാസും തഖ്വയും ഇസ്തിഖാമത്തും വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. മാതാപിതാക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മയുടെ അസുഖം സുഖമാവാൻ വേണ്ടി, വീട് പണി പൂർത്തിയാകാൻ വേണ്ടി, കടങ്ങൾ വീടിക്കിടാൻ വേണ്ടി ദുആ ചെയ്യാൻ. ജോലിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പഠനത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി, സ്വാലിഹായ കുട്ടികളെ ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇഹപര വിജയത്തിനായി ദുആ ചെയ്യാൻ. മദീനയിലെത്താൻ വേണ്ടി ദുആ ചെയ്യാൻ. മദീന മുനവ്വറയിൽ
എത്താനുള്ള തൗഫീഖിനായി ദുആ ചെയ്യാൻ. മരണപ്പെട്ട മാതാപിതാക്കൾ ദുആ ചെയ്യാൻ. അളിയന് സുഖമില്ല, ഷിഫായിന് വേണ്ടി ദുആ ചെയ്യണം. 1 മാസമായി മകൾക്ക് അസുഖമാണ്, ദുആ ചെയ്യാൻ. നബിയോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം വർദ്ധിക്കാനും തഖ്വയും വർദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. വിസ അടിക്കാനായി പ്രയാസങ്ങളില്ലാത്ത വിസ അടിച്ച് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. മകൾക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ദുആ ചെയ്യണം. ഹംസ പത്തനംതിട്ട മരണപ്പെട്ടു, 10 ദിവസമായി ദുആ ചെയ്യണം. ഉപ്പ മരണപ്പെട്ടിട്ട് 1 മാസമായി അവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രോക്ക് വന്നിട്ട് ഒരു കാലും കൈയും തളർന്ന് പോയിട്ടുണ്ട്, ശരിയായി ഷിഫാനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് ഒരു ശസ്ത്രക്രിയ ഉണ്ട്, എളുപ്പത്തിൽ ഖൈർ ആയ ഷിഫ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മയുടെ മൂത്രസംബന്ധമായ രോഗങ്ങൾ ഷിഫാൻ വേണ്ടി ദുആ ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഓൺലൈൻ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രോതാക്കളെടുത്ത് പ്രത്യേകം അറിയിക്കാനുള്ളത്, മാഷാ അല്ലാഹ്, നമ്മുടെ ഈ റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ചിട്ട് ഈ മാസം മുഴുവനായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയും ഇശാ കഴിഞ്ഞ ഉടനെ, അതായത് 8:30 ആരംഭിക്കും. നിങ്ങൾ നിങ്ങളുടെ അറിവിലുള്ളവരെയൊക്കെ ഈ സദസ്സിലേക്ക് എത്തിക്കണം. ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ ഇത്ര നല്ലൊരു അവസരം ഈ ടൗൺ പരിസരത്ത് ഒരുക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരുപാട് ആൾക്കാർക്ക് നന്മക്കതൊരു കാരണമാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ബുധനാഴ്ചകളിൽ ഇത് ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ ഹദീസ് ക്ലാസ്സും നടക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ ഇതേ വേദിയിൽ നിറഞ്ഞ സദസ്സ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇജാസത്തോടുകൂടി സ്വലാത്ത് നടക്കുന്നുണ്ട്. അതിലേക്കും ഏവരെയും ക്ഷണിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد خاتم النبيين وصفوة الأنبياء والمرسلين، وصل على سيدنا محمد سيد الملأ الأعلى إلى يوم الدين، سيد الأولين والآخرين، وصل على سيدنا محمد سيد الكونين والثقلين. اللهم صل على هذا النبي الأمين الصادق الوعد الأمين الرحمة المهداة. اللهم صل على سيدنا محمد وعلى آله وأصحابه ومن والاه ومن اهتدى بهديه واستنى بسنته إلى يوم الدين ودعا بدعوته يا رب العالمين. رحم الراحماയ ഞങ്ങളുടെ ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവേ, കാരുണ്യവാനും റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഹബീബിൻ്റെ ഉമ്മത്തികളിൽ അവസാന കാലങ്ങളിൽ വന്ന ഈ പാപികളും ദോഷികളുമായ ഞങ്ങളെ ഹബീബിൻ്റെ ഉമ്മത്തികളിൽ നീ ചേർത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തികൾ എങ്ങനെയാവണമെന്നാണോ ആഗ്രഹിച്ചത്, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ് എന്ന് പറഞ്ഞ പുണ്യനബി തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ അവിടുന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ അല്ലാഹുവേ, പുണ്യനബി തങ്ങൾ എന്താണോ വിഭാവനം ചെയ്തത് അത് നിന്റെ വഹിയാണ് റബ്ബേ. അതുപോലെ അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ പുണ്യനബി തങ്ങളുടെ കൺകുളിർമക്ക് കാരണമാകാൻ പോകുന്ന ഉമ്മത്തികളായി അല്ലാഹുവേ ഞങ്ങളെ നീ മാറ്റിത്തരണേ റബ്ബേ. അതിന് അനുയുക്തമായി ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അഖ്ലാഖുകളെ നന്നാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ചിന്തകളെ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ആലോചനകളെ നന്നാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഗവേഷണങ്ങളും പഠനങ്ങളും അല്ലാഹു നന്നാക്കി തരണേ റബ്ബേ. റഹ്മാനിമേ, ഞങ്ങൾക്ക് ഇബാദത്തിന് തൗഫീഖ് നൽകണേ റബ്ബേ. ഇബാദത്തിൽ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. ഇബാദത്തിൻ്റെ നിയ്യത്തുകളെ നന്നാക്കി തരണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ഖൽബിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പാപക്കറകളെയും മായ്ച്ചു കളയണേ റഹ്മാനെ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചിന്തകൾ കൊണ്ടും ശരീരം കൊണ്ടും ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോഴേക്കും റബ്ബെ കഴുകി ശുദ്ധിയാക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന സദസ്സുകൾ നിൻ്റെ മലക്കുകൾ പറയുന്നുവല്ലോ, ഖൂമൂ മഗ്ഫൂറൻ ലക്കും ബിഇദ്നില്ലാ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, ഇനി എഴുന്നേറ്റോളൂ എന്ന് നിൻ്റെ മലക്കുകൾ പറയുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിൽ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും ഈസ നബി അലൈഹിസ്സലാമിൻ്റെ സന്തോഷ വാർത്തയും അവിടുത്തെ ഉമ്മ കണ്ട ആ ഒരു സ്വപ്നവും അതാണ് ഹബീബായ തങ്ങളുടെ നിയോഗമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അത്ഭുതങ്ങൾ കാണിക്കുകയും അത്ഭുതങ്ങളെ കൊണ്ട് നിറക്കുകയും ചെയ്ത് ലോകത്തിന് തന്നെ കരുണയായി തന്ന കൊച്ചുനാളുകളിൽ പോലും അല്ലാഹു നീ ഇഷ്ടപ്പെടാത്ത ഒരു വഴികളിലേക്കും പോകാതെ നീ സംരക്ഷിച്ച് താങ്ങി വളർത്തിയ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിന് നന്മയുടെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് നന്മയിൽ ഇനി ഒന്നും പറയാൻ ബാക്കി വെക്കാതെ, പഠിപ്പിക്കാൻ ബാക്കി വെക്കാതെ, ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെക്കുറിച്ച് മുഴുവൻ താക്കീത് നൽകി
അതിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞ് ശാസന നൽകി ഈ ലോകത്തിന് തന്നെ മാതൃകയുടെ മഹാതീർത്ഥമൊരുക്കിയ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ അവിടുന്ന് ജനിച്ച ദിവസം, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച എന്ന് ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കണം എന്ന് സുന്നത്താക്കി. അതിന് കാരണം പറഞ്ഞത് ഹബീബിൻ്റെ ജന്മമാണ്. അല്ലാഹുവേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായി ജന്മം കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയും ഹബീബായ നബി തങ്ങളുടെ മദ്ഹുകളും അപദാനങ്ങളും വാഴ്ത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ മീലാദ് പരിപാടികൾ അല്ലാഹുവേ നിൻ്റെ ഇഷ്ടപ്പെട്ട അമലുകളായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിലൊന്നും നിനക്ക് ഇഷ്ടപ്പെടാത്തത് വരാതെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബിൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ കരുണാ കടാക്ഷവും ഹബീബായ നബി തങ്ങളുടെ തിരുനോട്ടവും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിഭാവനം ചെയ്ത സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ അഖ്ലാഖുകൾ അവിടുത്തെ അഖ്ലാഖിനോട് നീ ചേർത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ചര്യകളെ അവിടുത്തെ സുന്നത്തിനോട് നീ ചേർത്ത് തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ചിന്തകളെ ഹബീബിൻ്റെ ചിന്തകളോട് ചേർത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബുകളെ ഹബീബിൻ്റെ ഖൽബിനോട് ചേർത്ത് വെച്ച് തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിത രീതികളെ, ജീവിത വഴികളെ ഹബീബിൻ്റെ ഉസ്വത്തിനോട് ചേർത്ത് വെച്ച് തരണേ തമ്പുരാനെ. ഹബീബിൻ്റെ ഖൽബിലൂടെ ഖൽബ് ചേർന്ന് നിൽക്കുന്ന മഹബ്ബത്തിൻ്റെ പാലം തീർക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ചേർത്ത് തരണേ റഹ്മാനെ. അവിടത്തോട് സ്വലാത്തും സലാമും രാവിലും വൈകുന്നേരങ്ങളിലും യാത്രകളിലും വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മുടെ കിച്ചണുകളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരടക്കം മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്തടക്കം ഹബീബിൻ്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ, മനുഷ്യകുലത്തെ നീയുമായി കണക്ട് ചെയ്ത, നീയുമായി ബന്ധപ്പെടുത്തിയ ഈ ഉമ്മത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഞങ്ങളുടെ അല്ലാഹുവേ നുബുവത്തിൻ്റെ വെളിച്ചമാണല്ലോ. ആ നുബുവത്തിൻ്റെ വെളിച്ചം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവേ ലോകം എന്ന് ജാഹിലിയത്തിലാണ്. അല്ലാഹുവേ ആ ഹബീബിൻ്റെ മേൽ ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലി അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തി പുകഴ്ത്തി പുണ്യനിബിതങ്ങളുടെ ഷഫാഅത്ത് നാളെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ തമ്പുരാനെ. അക്തറുഹും അലയ്യ സ്വലാത്ത, ഏറ്റവും കൂടുതൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ നാളെ അഖ്റബുക്കും മിന്നി മജ്ലിസൻ, എൻ്റെ അരികത്തിരിക്കാൻ നാളെ ഭാഗ്യമുള്ളവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഷഫീഅനാ യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് യാ സഫവത റസൂലില്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റഹ്മത്തൽ മുഹ്ദാ യാ അർറഹ്മത്തൽ മുഹ്ദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആലിലും അസ്ഹാബിലും അഹ്ലു ബൈത്തിലും അല്ലാഹു നിൻ്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ വഴികേടിലേക്ക് പോകാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. വലാലത്തിലേക്ക് പോകാതെ കാക്കണേ തമ്പുരാനെ. പിഴച്ച വഴികളിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. നിനക്കിഷ്ടമില്ലാത്ത ചിന്താധാരകളിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. അവിടുത്തെ പരിശുദ്ധമായ റുഹാനിയായ അവിടുത്തെ ആത്മാവിൻ്റെ പ്രകാശം കൊണ്ട് റബ്ബേ അല്ലാഹു ഞങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. അവിടുത്തെ സിയാറത്ത് ചെയ്തുകൊണ്ടും പരിശുദ്ധ റൗളയിലെത്തിയിട്ടും പരിശുദ്ധമായ റൗളയിൽ നിസ്കരിച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്തുകൊണ്ടും പുണ്യ ഹബീബിൻ്റെ അൽ മസ്ജിദുൻ നബവിയിലും മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിലും അൽ മസ്ജിദുൽ അഖ്സയിലും റബ്ബേ ഞങ്ങൾക്ക് ഇബാദത്തിന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ കൺകുളിർമയെ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യ സന്തതികളിൽ അല്ലാഹുവേ കൺകുളിർമയെ നൽകണേ റബ്ബേ. നമ്മുടെ ജോലിയിലും കച്ചവടങ്ങളിലും കൺകുളിർമയെ നൽകണേ റബ്ബേ. അല്ലാഹുവേ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കുമ്പോൾ ആ രോഗങ്ങൾക്ക് നീ തന്നെയാണ് റബ്ബേ ശിഫ തരേണ്ടത്. ഇവിടെ ദുആയിരക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്ത എല്ലാ രോഗികൾക്കും അവരെല്ലാത്ത ഞങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മയിലും പരിചയത്തിലും ഞങ്ങളുടെ അഡ്മിന്മാരും മറ്റും ദുആ വസിയത്തുകളിൽ ഏൽപ്പിച്ചവരടക്കമുള്ള എല്ലാ രോഗികൾക്കും റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ പടച്ചവനെ, ശിഫ നൽകണേ റബ്ബേ. ഉംറക്ക് യാത്ര പോയവരുണ്ട് റബ്ബേ, നീ യാത്രകൾ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. സിയാറത്ത് ലക്ഷ്യമാക്കി പോയവരുണ്ട് റബ്ബേ, നീ യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. സ്വന്തം നാട്ടിലേക്ക് കുടുംബത്തെ കാണാൻ പോയവരുണ്ട് റബ്ബേ, ഇവിടെ യാത്രകളിൽ ഖൈർ നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങളുണ്ടോ ജോലി സംബന്ധമായും വിസ സംബന്ധമായും മറ്റു ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇൻസാനിയും ജിന്നിയും അർദിയും സമാവിയുമായ ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലാഹു ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് റബ്ബേ എല്ലാം സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ ഉമ്മത്തിനും
റബ്ബേ ഖൈറായത് നീ വിധിക്കണേ റബ്ബേ. ഷർറുകളെ തട്ടിമാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ മുമ്പിലുള്ള ഷർറിൻ്റെ എല്ലാവിധ ഷർറിൻ്റെ അലാമത്തുകളടക്കം അള്ളാഹു നീ എടുത്തു മാറ്റണേ തമ്പുരാനെ. അള്ളാഹുവേ ഷയാത്വീനുൽ ഇൻസി വൽ ജിന്നിൻ്റെ എല്ലാ ഇടപെടലിൽ നിന്നും കാക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളെ നന്മയിലേക്ക് നയിക്കാനും നന്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനും പ്രാപ്തരായ ആളുകളെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ തമ്പുരാനെ. ആരൊക്കെയാണോ ഗീബത്തിൻ്റെയും നമീമത്തിൻ്റെയും ദലാലത്തിൻ്റെയും ഫസാദിൻ്റെയും ആളുകൾ, അള്ളാഹു ഞങ്ങൾ അവരിൽ നിന്ന് അകറ്റി മാറ്റണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഈമാനും സ്വാദിഖും യഖീനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അങ്ങനെ നീ വിധിച്ചത് മാത്രമേ ഞങ്ങൾക്ക് സംഭവിക്കൂ എന്ന് ഖൽബ് കൊണ്ട് ഉറപ്പിക്കുന്നു, യഖീന് കൊണ്ട് അള്ളാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സുബ്ർ കൊണ്ട് അലങ്കരിക്കണേ റബ്ബേ, ക്ഷമ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. ഒരുപാട് മുസീബത്തുകളും ബലാഉകളും നിന്റെ പരീക്ഷണങ്ങളും വരുമ്പോൾ അള്ളാഹുവെ ക്ഷമിക്കാനുള്ള കരുത്തും വിശാല ഹൃദയവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹു നിന്നെയോർത്ത് കരയുന്ന കണ്ണ് നൽകണേ റബ്ബേ. നിന്നെയോർത്ത് പേടിക്കുന്ന ഹൃദയം നൽകണേ തമ്പുരാനെ. നിനക്കനുസരിക്കുന്ന ശരീരത്തെ നൽകണേ തമ്പുരാനെ. നിന്നെ ഓർക്കുന്ന ദിക്റ് ചൊല്ലുന്ന നാവും ഖൽബും നൽകണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ ലിഖാഇനെ കൊതിക്കുന്ന ഖൽബ് നൽകണേ റബ്ബേ. നാളെ നിന്നിലേക്ക് യാത്രയാകുന്ന സമയം കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി റബ്ബേ നിന്നെ കാണാൻ കൊതിക്കുന്ന ഒരു ഹൃദയവുമായി നിന്നിലേക്ക് യാത്രയാകുന്ന മഹാന്മാർക്ക് നീ നൽകുന്ന തൗഫീഖും സൗഭാഗ്യവും ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅ വസായിറ ബിലാദിൽ ആലമീൻ അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മണ്ണാർക്കാട് നെച്ചുള്ളിയിലെ മഹലിൻ്റെയും മദ്രസയുടെയും മറ്റും ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന വാപ്പുട്ടി ഹാജി 2 ദിവസം മുമ്പ് വഫാത്തായിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അല്ലാഹുമ്മ റഹംന വറഹംഹു വറഹം മൗതാന വമൗതൽ മുസ്ലിമീൻ അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. السلام عليكم. ടൈപ്പിംഗ് സെൻറ്ററിലൊരു വാക്സിൻസ് ഉണ്ട് എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ടൈപ്പിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോബ് വാക്കൻസി ഉണ്ട്. നമ്മുടെ ഡെസ്കുമായി ബന്ധപ്പെടാം.